السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. نبي أتانا بعد يأس وفترة من الرسل والأوثان في الأرض تعبد. فأمسى سراجا مستنيرا وهاديا يلوح كما لاح الصقيل المهند. وأنذرنا نارا وبشر جنة وعلمنا الإسلام فالله نحمده. تعاليت رب الناس عن قول من دعا سواك إلها أنت أعلى وأمجد. لك الخلق والنعماء والأمر كله فإياك نستهدي وإياك نعبد. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ കൊളപ്പുറത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള മലപ്പുറം വെസ്റ്റ് ജില്ലാ മുജാഹിദ് സമ്മേളനത്തിൻ്റെ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമാവലികളെ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവൻ്റെ മഹത്തായ സ്വർഗലോകത്തിന് അർഹരായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ
അള്ളാഹുവിൻ്റെ സ്വർഗലോകത്ത് സന്തോഷത്തോടുകൂടി അവൻ നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതവും അവിടുത്തെ സന്ദേശവും എന്ന വളരെ വിപുലമായ വിശാലമായ ഒരു വിഷയം, അതിലേക്കുള്ള ചില സൂചനകൾ മാത്രം നൽകി ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. രാവിലെ മുതൽ പഠന ക്യാമ്പിൽ പങ്കെടുത്തും പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും ഇവിടെ തിങ്ങിക്കൂടി ഇവിടുത്തെ സൗകര്യങ്ങളിൽ ഞെങ്ങിഞ്ഞമർന്നിരുന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ധാരാളക്കണക്കിനുള്ള എൻ്റെ സഹോദരീ സഹോദരങ്ങൾ, അല്ലാഹുവേ, നിൻ്റെ ദീനിനു വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതം, അവിടുത്തെ സന്ദേശം അത് പറഞ്ഞാലും വിശദീകരിച്ചാലും ഒന്നും തീരുന്നതല്ല. ലോകത്തിൻ്റെ നേതാവ്, റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നാം ഓരോരുത്തരുടെയും ജീവനേക്കാൾ സ്നേഹിക്കപ്പെടണം എന്ന് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, നമ്മുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ലോകത്തുള്ള എല്ലാവരേക്കാളും നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാമം കേൾക്കുമ്പോഴേക്ക് തന്നെ ആദരവോടുകൂടി അവിടുത്തേക്ക് നീ രക്ഷയും സമാധാനവും ചൊരിയണേ എന്ന സ്വലാത്തിൻ്റെ വചനങ്ങൾ ചുണ്ടുകളിൽ ഒരു മന്ത്രധ്വനികളായി തന്നെ ഉയർന്നു വരുന്ന മനസ്സുകളുടെ ഉടമകൾ, അതേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്കുള്ള ആത്മീയമായ നേതാവ്, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കാണാൻ കൊതിക്കുന്ന നേതാവ്, നാളെ മഹ്ശറിൽ അവിടുത്തെ പൂമുഖം കണ്ടാസ്വദിക്കണമെന്ന് അവിടുത്തെ തിരുകൈയിൽ നിന്ന് ഒരു കോപ്പ ദാഹജലം കുടിച്ചുകൊണ്ട് ആ ഹൗളിൻ്റെ മധുരം അനുഭവിച്ച് ദാഹമില്ലാത്തൊരു സൗഖ്യത്തിലേക്ക് ഉയരണമെന്ന്, അവിടുത്തെ പ്രത്യേകമായ ശഫാഅത്തിന് അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ മഹാനായ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിരവധി തവണ അനവധി സന്ദർഭങ്ങളിലൂടെ നാം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് നൽകിയ പദവികളും സ്ഥാനങ്ങളും എല്ലാ ലോകത്തും അവിടുത്തേക്കുള്ള പ്രശസ്തിയും പേരും പ്രതാപവും അതിന്ന് വിശദീകരിക്കേണ്ടുന്ന ഒരു കാര്യം അല്ല. ശത്രുക്കളുടെ നാവുകളിലൂടെ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചുള്ള ആപദാനങ്ങൾ, അവിടുത്തെ കുറിച്ചുള്ള മേന്മകൾ അതേ ലോകത്ത് ശ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുനിയാവിൽ അവിടുത്തെ നാമം അല്ലാഹു റബ്ബുൽ ആലമീൻ ഉയർത്തിക്കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ തൻ്റെ ദാമ്പത്യ വല്ലരിയിൽ ജനിച്ചിട്ടുള്ള ആൺകുഞ്ഞുങ്ങൾ മുഴുവനും ചെറുപ്പകാലത്തിൽ തന്നെ മരണപ്പെട്ട് തീരുകയും പെൺമക്കൾ മാത്രം ബാക്കിയാവുകയും ചെയ്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നും ശത്രുക്കൾ അവിടുത്തെ വേദനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. അവിടുത്തെ മനസ്സിനെ തളർത്തി ദഅ്വാ രംഗത്ത് നിന്ന് പിറകോട്ട് വലിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പറഞ്ഞ പല ആയുധങ്ങളിൽ ഒന്നായിരുന്നു മുഹമ്മദിൻ്റെ നാമം മുഹമ്മദിൻ്റെ മരണത്തോടെ അസ്തമിക്കും എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒന്ന് ഇരുത്തിക്കളയാമെന്നും ഈ ദഅവത്തിൻ്റെ മേഖലയിൽ നിന്ന് പിറകോട്ടടിച്ചു മാനസികമായി തളർത്താമെന്നും കണക്കുകൂട്ടിയ ശത്രുലോഭികളുടെ എല്ലാ കണക്കുകളെയും തെറ്റിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ, താങ്കൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നാം ചെയ്തു തന്നിരിക്കുകയാണ്. ആകയാൽ തങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി മാത്രം താങ്കൾ നമസ്കരിക്കൂ, ബലിദാനം നടത്തൂ, അറവുകൾ നടത്തൂ. താങ്കളെ ആക്ഷേപിക്കുന്ന ആളുകൾ, അവർക്കാണ് ഭാവിയില്ലാതായി പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൺകുട്ടിയും ജീവിച്ചുകൊണ്ട്
പിന്നീട് പരമ്പര നിലനിൽക്കില്ലെന്ന് വളരെയേറെ കണക്ക് കൂട്ടിയ ശത്രുലോബിയുടെ മുന്നിലേക്ക് ഒരാൺകുട്ടിയും ജീവിച്ചില്ലെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരുപാട് അരോഗദൃഢഗാത്രരായ ആൺമക്കളുടെ ഉപ്പമാരുടെയൊക്കെ പേരുകൾ ലോകത്തുനിന്ന് വെറുപ്പോടെ ആളുകൾ കേൾക്കുമ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് ലോകം മുഴുവൻ ഇന്ന് പ്രസിദ്ധി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, വറഫഅനാ ലക ദിക്റക്, താങ്കളുടെ പേരിനെ നാം ഉയർത്തി തന്നില്ലയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് പറയാത്തൊരു രാജ്യം, അവിടുത്തെ പേര് പരാമർശിക്കാത്ത ഒരു ബാങ്ക്, അവിടുത്തെ പേരെടുത്തു പറയാത്ത ഒരു ഇഖാമത്ത്, അവിടുത്തെ പേരെടുത്തു പറയാത്ത ഒരു നിസ്കാരം, അത് ഫർദ് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും, അതേ നാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിലും പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും, അതേ ഒരുപാട് രംഗങ്ങളിൽ إذا قال في الخمس المؤذن أشهد. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അതാ അവരുടെ പള്ളികളിൽ നിന്ന് 5 നേരം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഷഹാദത്തിന്റെ ആദ്യമായ അതിൻ്റെ ഭാഗം പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയുന്നത് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ നാമപദ റബ്ബിൻ്റെ പേര് പറയുന്നതിൻ്റെ കൂടെ ആ റബ്ബിൻ്റെ നിയമാവലികളെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിക്കാൻ നിയുക്തനായ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട സർവ്വമനുഷ്യർക്കും അതാ ഹിദായത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ഇതാണ് ജനങ്ങളെ നേരിൻ്റെ പാത എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി വിവരിക്കാൻ വേണ്ടി നിയുക്തനായ അതേ ഇരുട്ടറകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ലോകത്തെ പുറപ്പെടുവിക്കാൻ വേണ്ടി നിയുക്തരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടുള്ള മഹബ്ബത്ത്, അവിടുത്തോടുള്ള സ്നേഹം, അവിടുത്തോടുള്ള ആദരവ്, അത് നമ്മുടെ മനസ്സുകളിൽ സദാ നിറഞ്ഞു നിൽക്കുകയാണ്. ആരെങ്കിലും പറയും പോലെ ഏതെങ്കിലും ഒരു മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസത്തിലോ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിലോ അല്ല, മുസ്ലിം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം അവൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് സന്ദർഭങ്ങളുണ്ടോ അവിടെയെല്ലാം നിനക്കുള്ള നേതാവ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ് ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. അതേ വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അവിടുന്ന് മാതൃകയായി ജീവിച്ചു, അവിടുന്ന് ഏറ്റവും ഉത്തമനായ ഒരു പിതാവായി ജീവിച്ചു, ഉത്തമനായ ഒരു ഏറ്റവും വലിയ പ്രബോധകനായി ജീവിച്ചു, ഏറ്റവും ഒരു രാജ്യത്തിന് വേണ്ടപ്പെട്ട വ്യക്തിയായി ജീവിച്ചു, ഏറ്റവും നല്ല ഭർത്താവായി ജീവിച്ചു, ഏറ്റവും വലിയ വല്യുപ്പയായി ജീവിച്ചു, ഏറ്റവും വലിയ ഖാദിയും ജഡ്ജിയും കോടതിയിലെ പ്രധാനപ്പെട്ട ആളുമായി ജീവിച്ചു. അതേ ലോകത്തിൻ്റെ ഏതേത് മാർഗങ്ങളിൽ നമുക്ക് മാർഗദർശനം കിട്ടേണ്ടതുണ്ടോ അവിടെയെല്ലാം ആവശ്യമായത് മുഴുവൻ നൽകിക്കൊണ്ട് ജാഹിലിയ കാലഘട്ടത്തിലെ എല്ലാ തോന്നിവാസങ്ങൾക്കുമിടയിലാണ് അവിടുന്ന് ജീവിച്ചിരുന്നതെങ്കിലും വിശ്വാസപരമായോ കർമ്മപരമായോ സ്വഭാവപരമായോ ആചാരപരമായോ ഒരൽപ്പം പോലും പുഴുക്കുത്ത് തൊട്ട് തീണ്ടാതെ, ലഹരി നുണയാതെ, ശിർക്ക് ചെയ്യാതെ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നമിക്കാതെ, അശ്ലീലതകൾ പറയാതെ, അത് കേൾക്കാതെ, അതിൽ ഇടപെടാതെ, യുദ്ധങ്ങളിൽ ഇടപെടാതെ, എപ്പോഴും സമാധാനത്തിന് വേണ്ടി ജീവിച്ച സത്യസന്ധനും അമാനത്ത് നിലനിർത്തിയ അല്ലമീൻ എന്ന ശത്രുക്കളുടെ നാവുകൊണ്ട് വരെ വാഴ്ത്തപ്പെട്ട മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ് തന്നെ പറഞ്ഞില്ലയോ വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഓ നബിയേ ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് അങ്ങെന്ന് പറഞ്ഞു. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലിക, നീ ഒരു പരുക്കൻ ഹൃദയക്കാരനല്ല, നീ ഒരു പരുഷ സ്വഭാവിയല്ല.
നിന്നോടടുക്കുന്നവർ മുഴുവനും നിന്നോട് കൂടുതൽ അടുക്കുകയാണ്, നിന്നെ അറിയുന്നവർ മുഴുവനും കൂടുതൽ നിന്നോടൊപ്പം ചേരുകയാണ്. അതേ, ആ നിലക്കുള്ള പ്രത്യേകമായ റഹ്മത്ത് ലഭിച്ച നേതാവ് അതേ ഈ ലോകത്തോട് എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ സർവ്വനിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് വിട പറഞ്ഞു പോയത്. ആ വിട പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരാനുള്ള പരലോകത്തും അത്യുന്നത നേതാവാണ്. അതേ, ജനങ്ങൾ മുഴുവനും മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിനം വരുമ്പോൾ ഖബറിൽ നിന്ന് ആദ്യമായി പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടുന്ന നേതാവ്, അതുപോലെ തന്നെ ജനകോടികൾ വിയർത്തൊലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റബ്ബേ എൻ്റെ ഉമ്മത്തിനെ ഒന്ന് വിചാരണക്കെടുക്കണേ എന്നാദ്യമായി റബ്ബിൻ്റെ അനുവാദത്തോട് പറയാൻ, ശുപാർശ പറയാൻ ഭാഗ്യം കിട്ടുന്ന അന അവ്വലു ശാഫിഈൻ, ഞാനാണ് ഒന്നാമത്തെ റെക്കമെൻഡുകാരൻ, വ അവ്വലു മുശഫഈൻ, റെക്കമെൻഡ് സ്വീകരിക്കപ്പെടുന്ന നായകന്മാരിൽ നേതാക്കളിൽ ഞാനും ഒന്നാമനാണെന്ന് ഫഖർ പറയുകയല്ല കേട്ടോ, റബ്ബെനിക്ക് ചെയ്ത നിഅമത്തെടുത്ത് പറയുകയാണെന്ന നിലക്ക് സംസാരിച്ച നേതാവ് പറഞ്ഞു ില്ലേ അന സയ്യിദു ഉൽദി ആദം, ആദം അലൈഹിസ്സലാമിൻ്റെ അഥവാ സർവ മനുഷ്യരുടെയും നേതാവായിക്കൊണ്ട് പരലോകത്ത് നിയോഗിക്കപ്പെടുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, അതേ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്ന് പറയുന്ന വീട്, ആ വീട്ടിൻ്റെ സമീപത്ത് അതിൻ്റെ വാതിൽക്കൽ ആതീ ബാബൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഞാൻ പോയി നിൽക്കും ജനങ്ങളെ, അത് അടച്ചിട്ടിരിക്കുകയാണ്. വഅസ്തഫ്തിഹു, അത് തുറക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതേ, അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗീയ കവാടം തുറന്നു കിട്ടാൻ വേണ്ടി ആ വാതിലിൽ ആദ്യമായി മുട്ടുന്ന നേതാവ് ഞാനാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ആ സമയത്ത് മലക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണെന്ന് പറയുമ്പോൾ അതേ ബിക ഉമിർത്തു, താങ്കളുടെ കാര്യത്തിലാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഈ സ്വർഗലോകത്തിൻ്റെ വാതിൽ തുറക്കപ്പെടാൻ പറ്റില്ലെന്ന ഓർഡർ ഉള്ളവരാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതേ സ്വർഗത്തിലേക്ക് വാതിൽ തുറന്നു കൊടുത്ത് ഒന്നാമതായി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ പറഞ്ഞു തീരാൻ കഴിയുന്നതല്ല. അതേ, സൗഭാഗ്യപൂർണമായ ലളിത സുന്ദരമായ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നിഷ്കപടമായ നീതിയും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള സത്യസന്ധതയും കാത്തുസൂക്ഷിച്ച നേതാവ്, ആ നേതാവ് ലോകത്തോട് മുഴുവൻ പറഞ്ഞ ഒന്നാമത്തെ സന്ദേശം, അത് മുഴുവനും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ്. അഫ്ദലു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ, ലോകത്തിൻ്റെ മുമ്പിൽ കഴിഞ്ഞുപോയ സർവ അമ്പിയാക്കളും നൽകിയിട്ടുള്ള സന്ദേശം പരമപ്രാധാന്യത്തോടുകൂടി, ജനങ്ങളെ നിങ്ങൾക്ക് സ്വർഗം വേണോ, നരകത്തിയിൽ നിന്ന് രക്ഷ വേണോ, അതേ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ആയിരങ്ങൾ നിസ്കരിച്ചാലും നിങ്ങൾക്ക് വേണ്ടി ആയിരങ്ങൾ ദുആയിരുന്നാലും ആ ദുആക്ക് അല്ലാഹ് ഇജാബത്ത് നൽകണമെങ്കിൽ പോലും നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന ഒരു മാനദണ്ഡമുണ്ട്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആദർശത്തിൻ്റെ പ്രഖ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ലോകത്തിന് നൽകിയ പരമപ്രധാനമായ സന്ദേശം. അതിൻ്റെ പ്രാധാന്യം അവിടുന്ന് സമൂഹത്തോട് പഠിപ്പിച്ചു. ഏത് സമൂഹത്തെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ക്ഷണിച്ചത്? അല്ലാഹ് പറയുന്ന സമൂഹത്തിലേക്കല്ല അവിടുന്ന് നിയോഗിക്കപ്പെട്ടത്. റബ്ബെന്ന് പറയുന്ന ഒരു ശക്തിയെ നിഷേധിക്കുന്ന നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളിലേക്കല്ല നിയോഗിക്കപ്പെട്ടത്. മറിച്ച് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരെന്ന് ചോദിച്ചാൽ, മഴ തരുന്നതാരെന്ന് ചോദിച്ചാൽ,
സസ്യലതാദികളെ മുളപ്പിക്കുന്നതും ആരെന്ന് ചോദിച്ചാൽ, ജീവിപ്പിക്കുന്നവൻ ആരെന്ന് ചോദിച്ചാൽ, മരിപ്പിക്കുന്നവൻ ആരെന്ന് ചോദിച്ചാൽ എന്തിനേറെ ഒമയുദബ്ബിറുൽ അംറ, കാര്യങ്ങളൊക്കെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന നിയന്താവാരെന്ന് ചോദിച്ചാൽ, അതേ നിങ്ങളെ സൃഷ്ടിച്ചവനാര്, മുൻഗാമികളെ സൃഷ്ടിച്ചവനാര്, കേൾവിയുടെയും കാഴ്ചയുടെയും ഒക്കെ പരമോന്നതനായ ഉടമയാര്? ഈ ചോദ്യങ്ങളുടെ എല്ലാം മുമ്പിൽ ഞങ്ങളുടെ വിഗ്രഹങ്ങളാണ്, ലാത്തയാണ്, ഉസ്സയാണെന്ന് പറഞ്ഞവര് ജനതയല്ല, മറിച്ച് ഫസയഖൂലൂനല്ലാഹ്, അള്ളയാണെന്ന് സമ്മതിച്ചിരുന്ന പറഞ്ഞിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അവര് അള്ളാനെ റബ്ബായി അംഗീകരിച്ചു. അല്ലാഹ് ഖാലിഖാണെന്നും റാസിഖാണെന്നും മുഹയ്യാണെന്നും മുമീത്താണെന്നും മുദബ്ബിറാണെന്നും ഒക്കെ അവര് പറഞ്ഞെങ്കിലും അവരുടെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ അവർ പലരിലേക്കാണ് തിരിച്ചുവിട്ടത്. നേർച്ച വഴിപാടുകൾ പലരിലേക്കാണ് തിരിച്ചുവിട്ടത്. അറിവ് നടത്തുന്നത് പലരുടെയും പ്രീതിക്ക് വേണ്ടിയാണ്. സത്യം ചെയ്തത് മറ്റു പലരുടെയും പേരിലാണ്. അതുപോലെ തന്നെ സുജൂദ് ചെയ്യാൻ പോലും സൃഷ്ടികളുടെ മുമ്പിലാണ് പലപ്പോഴും അവർ ഇടം കണ്ടെത്തിയത്. അങ്ങനെ സർവലോക പരിപാലകനായ റബ്ബിന്റെ മുമ്പിൽ മാത്രം നിർവഹിക്കേണ്ടുന്ന ദുആവും, അതുപോലെ തന്നെ തവാഫും, അതുപോലെ തന്നെ സുജൂദും, അതുപോലെ തന്നെ നേർച്ച വഴിപാടുകളും, അതുപോലെ തന്നെ ബലിയർപ്പണങ്ങളുമൊക്കെ റബ്ബിന് സമർപ്പിക്കും പോലെ തന്നെ റബ്ബിലേക്ക് ഞങ്ങൾക്കങ്ങ് നേരിട്ടടുത്തുകൂടാ. അതുകൊണ്ട് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ചില മഹാത്മാക്കളുണ്ട്, ചില കീഴ്ദൈവങ്ങളുണ്ട്, ചില കീഴിലെ മഹാന്മാരായ ആളുകളുണ്ട്. അവരോട് പറഞ്ഞ് അവർ ഞങ്ങളെ റബ്ബിലേക്ക് അടുപ്പിക്കട്ടെ, അവർ ഞങ്ങൾക്ക് റെക്കമെൻഡ് പറഞ്ഞ് കാര്യം നേടിത്തരട്ടെ. ഈ വിശ്വാസമാണ് നബിതങ്ങളോട് അവർ പ്രകടിപ്പിച്ചത്. ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ലാത്തയടക്കമുള്ള വിഗ്രഹങ്ങളെ, മറ്റുള്ളവരെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നത് ഇവരൊക്കെ അള്ളയാണെന്ന് വിചാരിച്ചല്ല, ഇവർ ലോകത്തിന്റെ നിയന്താവ് സൃഷ്ടാവ് ആണെന്ന് കരുതിയിട്ടല്ല. സർവശക്തനായ അള്ളാഹുവിങ്കലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള മീഡിയകൾ മാത്രമാണിവർ. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞ് നേടിത്തരാൻ ഞങ്ങൾക്കുള്ള റെക്കമെൻഡുകാരാണിവരെന്ന ന്യായം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരും അതേ കടലിൽ വെച്ച് അള്ളാഹുവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ തൗഹീദ് പൂർണ്ണമല്ല. ആ തൗഹീദിന്റെ കൃത്യമായ അധ്യാപനങ്ങൾ നിങ്ങൾ സർവശക്തനായ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവരിലേക്ക് നൽകിയത് കൊണ്ട് പ്രയോജനമില്ല. ഉദാഹരണങ്ങളിലൂടെ റബ്ബ് അവരെ പഠിപ്പിച്ചു. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളാൽ. വിശദീകരിക്കാൻ ഞാൻ വല്ലാതെ മുതിരുന്നില്ല. അല്ലാഹ് പറഞ്ഞ സത്യത്തിന്റെ ആ മർമ്മം ഒന്ന് കേട്ടോളൂ. അള്ളാഹുവിനോടുള്ളത് മാത്രമാണ് സത്യമായ പ്രാർത്ഥന. മറ്റുള്ളവരോടുള്ള പ്രാർത്ഥന അസത്യത്തിൻ്റെതാണ് ജനങ്ങളെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സത്യമായ പ്രാർത്ഥന നിർവഹിച്ചാൽ മതി. അസത്യത്തിൻ്റെ പ്രാർത്ഥന നിർവഹിക്കുന്നവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. വെള്ളത്തടാകത്തിലേക്ക്, വെള്ളമുള്ള സ്ഥലത്തേക്ക് വെള്ളം മുക്കാനുള്ള സംവിധാനങ്ങളൊന്നും തയ്യാറ് ചെയ്യാതെ അതിൻ്റെ അരികിൽ പോയി നിന്ന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ആ വെള്ളത്തടാകത്തിലേക്ക്, കിണറിലേക്ക്, നദിയിലേക്ക് ഇരു കൈകളും നീട്ടിപ്പിടിച്ചാൽ ആ വെള്ളം നിങ്ങളുടെ കൈകളിലെത്തുമോ? വായയിലെത്തുമോ? ഇല്ലല്ലോ. ഇതിനേക്കാൾ നിരർത്ഥകമാണ് ജനങ്ങളെ സർവലോക പരിപാലകനെ വിട്ടുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതും തേടുന്നതും. അവരത് കേൾക്കൂല. ഇനി കേട്ടുവെന്ന് നിങ്ങൾ ആരെങ്കിലും വാദത്തിന് വേണ്ടി ഉരുണ്ട് വിരണ്ട് സമർത്ഥിച്ചാൽ തന്നെയും അവർ നിങ്ങളുടെ ഉത്തരം ചെയ്യുന്നതല്ല. അതേ വളരെ കൃത്യമായി തെളിവുകളിലൂടെ, പ്രമാണങ്ങളിലൂടെ യുക്തിയുക്തമായി അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് സർവശക്തനായ നാഥൻ നിങ്ങൾ ജീവിക്കുന്ന ഭൂമി നോക്കെന്ന് പറഞ്ഞു.
ജന്തുക്കളിൽ അവർക്കേറെ പരിചയമുള്ള ഒട്ടകത്തെ നോക്കാൻ പറഞ്ഞു, മുകളിൽ കാണുന്ന ആകാശത്തെ ചിന്തിക്കാൻ പറഞ്ഞു, പർവ്വതങ്ങളെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ പലതിനെയും നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതേ, ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന സർവ്വലോക പരിപാലകനായ റബ്ബ് അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല എന്ന ഏറ്റവും പരമമായ സത്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അങ്ങ് ഉണർത്തുകയാണ്. റബ്ബിൻ്റെ മഹത്വങ്ങൾ അവർക്കങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. സർവ്വലോക പരിപാലകനായ റബ്ബാണ് എല്ലാം കേൾക്കാൻ കഴിവുള്ളവനെന്ന്, അവനാണ് എല്ലാം കാണുന്നവനെന്ന്, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവനെന്ന്, അവനാണ് എല്ലാ അറിവുകളുടെയും ഉടമയെന്ന്, അവനാണ് എവിടെ വെച്ച് വിളിച്ചാലും കേട്ടുത്തരം ചെയ്യാൻ കഴിവുള്ള മുജീബെന്ന്, അവനാണ് ജനങ്ങളെ നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള, നിങ്ങളോട് സ്നേഹമുള്ള വദൂദ്, യാ വദൂദ് യാ വദൂദ്. അതേ, അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, ധാരാളം ധാരാളം സ്നേഹം കുത്തിച്ചൊരിഞ്ഞു തരുന്ന റബ്ബ്, വാത്സല്യനിധിയായ റഊഫായ റബ്ബ്, കാരുണ്യത്തിൻ്റെ നിധിയായ റഹീമായ റബ്ബ്, അതേ റഹ്മാനായ റബ്ബ്. ഇങ്ങനെ ഓരോ വിശേഷണങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ തട്ടി ഉണർത്തുകയാണ്. എന്ത് പഠിപ്പിച്ചപ്പോഴും അവരോട് മൊത്തത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ലൈസ കമിസ്ലിഹി ശൈഅ്, അവനെപ്പോലെ ഒന്നുമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് കുഫുവത്ത തുല്യനായ ഒരാളും തന്നെ ഇല്ല. അവന് നാമമൊത്തവരില്ല, അവനോട് പവറൊത്തവരില്ല, അവനോട് കഴിവൊത്തവരില്ല, അവനോട് അറിവൊത്തവരില്ല, അവനോട് കേൾവിയോ കാഴ്ചയോ ഒത്തവരില്ല, കിടപിടിക്കുന്നവരൊന്നും തന്നെയില്ല. അവൻ ഏകൻ മാത്രം. വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, ഒരു നിലക്കുള്ള പങ്കാളിയും അവനില്ല. ഇതാ ഒരു സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുമ്പോ അതുപോലെ തന്നെ ആ നാട്ടിലുണ്ടായിരുന്ന ആളുകളാണ് യഹൂദികൾ. വേദം കിട്ടിയവരാണെന്ന് പറഞ്ഞ യഹൂദികൾ, തൗറാത്തിന്റെ ആളുകളാണെന്ന് മേനി നടിച്ചവർ, മൂസ നബിയുടെ പാരമ്പര്യം പറഞ്ഞ് അവകാശപ്പെട്ടവർ, അതുപോലെ തന്നെ നസറാനികൾ, മറിയം ബീവിയുടെ പേരിൽ അതേ മേനി നടിച്ചവർ, ഈസ നബി അലൈഹിസ്സലാമിൻ്റെ പേരിൽ അഭിമാനം കൊണ്ടവർ, അതുപോലെ തന്നെ ഉസൈറിൻ്റെ പേരിൽ അഭിമാനം കൊണ്ടവർ, ഇബ്രാഹിമി മില്ലത്തിൻ്റെ പേരിൽ അവകാശവും പാരമ്പര്യവും അവകാശപ്പെട്ടവർ, സർവലോക പരിപാലകനായ റബ്ബ് അവരോടൊക്കെ പറഞ്ഞു, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ ദീനെന്ന നിലക്ക് പലതും ഇവിടെ പറയുകയാണോ? ദീനെന്ന നിലക്ക് നിങ്ങളോട് കൽപ്പിക്കാത്തത്, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്തത്, തൗറാത്തിലില്ലാത്തത്, ഇഞ്ചീലിലില്ലാത്തത്, സബൂറിലില്ലാത്തത്, അതേ മഹാന്മാരായ ആളുകൾക്കൊന്നും പരിചയമില്ലാത്തത്, കറ്റുകെട്ടി മഹത്തുക്കളുടെ പേരിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അതിരുകവിയല്ല. ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങളുടെ ദീനിൽ നിങ്ങൾ അതിരുകവിഞ്ഞ് സംസാരിക്കല്ല. റബ്ബിന്റെ പേരിൽ ഹക്കല്ലാത്തത് പറയണ്ട. ആ സമൂഹത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. ഇബ്രാഹിമി സരണി അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കാണ് ഇബ്രാഹിമിനോട് സ്നേഹമെന്ന് പറയാൻ വേണ്ടി അതേ പരിശുദ്ധ കഅബാലയത്തിൻ്റെ അകത്ത് പോയി വിഗ്രഹങ്ങൾ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിൽ അലൈഹിസ്സലാം അവരുടെ പേരിൽ നാട്ടി നിർത്തിയ സമൂഹത്തോട് ഇത് അരുതാത്തതാണ്, ഇത് പാടില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിഗ്രഹങ്ങളെ എടുത്ത് പുറത്തെറിഞ്ഞുകൊണ്ട് യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിച്ച മഹാനായ അഷ്റഫുൽ വറാ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോടൊരു കാര്യം പറഞ്ഞു. അന്ന് പരിചയമുള്ള ആ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ സമൂഹത്തോടൊരു കാര്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യും. ഓ ജനങ്ങളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞു. അതിന്ന് ലോകത്ത് അക്ഷരം പ്രതി പുലർന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് അന്ന് തന്നെ സഹാബത്തിനോട് പറഞ്ഞതാണ്. അതേ, ആ സമൂഹത്തിൻ്റെ ചെയ്തികൾ നന്നായി പരിചയമുള്ള നേതാവ് സഹാബത്തിനോട് അന്നേ പറഞ്ഞതാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളോടുമുള്ള കൃത്യമായ നിർദ്ദേശമായി കൊണ്ട് പറഞ്ഞു, ലാ തുതുറൂനി, നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കല്ല, നിങ്ങൾ എന്നെ അതിരുവിട്ട് പുകഴ്ത്തല്ല.
കമാ തറത്തിൻ നസാറ, നസറാനികൾ പുകഴ്ത്തിയതുപോലെ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പരിധി വിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പരിധി വിട്ട് പ്രശംസിക്കാൻ പാടില്ല. ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ്റെ റസൂലുമാണ്. അള്ളാഹുവിൻ്റെ അബുദും അവൻ്റെ റസൂലുമാണെന്ന നിലയിൽ വിട്ടുകൊണ്ടുള്ള അതിൻ്റെ അപ്പുറത്തേക്ക് അതേ സർവലോക പരിപാലകനായ റബ്ബിൻ്റെ വിശേഷണങ്ങളൊക്കെ ചാർത്തിക്കൊണ്ട് ആരോപിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുള്ള ക്രൈസ്തവ ലോകത്തിൻ്റെ അതേ ജൂദായിസത്തിൻ്റെ സമ്പ്രദായത്തിലേക്ക് ഒരിക്കലും പോകല്ല എന്ന് ഈ ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹനെ എങ്ങനെ വിശ്വസിക്കണം എന്ന് പഠിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെ വിശ്വസിക്കണം എന്ന് പഠിപ്പിച്ചു. പരലോകത്തെക്കുറിച്ച് എന്ത് ധാരണയും വിശ്വാസവുമാണ് വേണ്ടതെന്ന് പഠിപ്പിച്ചു. ആ സഹാബത്തിനോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, സഹാബിമാരെ, നിങ്ങൾ എന്നിൽ നിന്ന് ഇസ്ലാമിതാ കേട്ട് കഴിഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് ഈമാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ആളുകളൊക്കെ ഏത് കാലത്തും എന്ത് ചെയ്യണം? ഫഇന്നാമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അതേ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്ക് സന്മാർഗം കിട്ടും. സഹാബത്ത് വിശ്വസിച്ചതുപോലെ അള്ളാഹനെ വിശ്വസിക്കുന്നവരാണോ നമ്മളെന്ന് ചിന്തിച്ചോ? സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിച്ച പോലെ, അവിടുത്തെ കുറിച്ച് വിശ്വസിച്ചതുപോലെ അതേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞു? അവിടുന്ന് എല്ലാ ദിവസവും അതേ നമ്മോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് ഹദീസിലുണ്ട്. അല്ലാഹുവിൻ്റെ കൈ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അവിടുത്തെ വിരലുകൾ എന്ന് ഹദീസിലുണ്ട്. അവിടുന്ന് ചിരിക്കുന്നു എന്ന് ഹദീസിലുണ്ട്. അവിടുന്ന് വരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ ധാരാളം പരാമർശങ്ങൾ. എങ്ങനെ സഹാബിമാര് വിശ്വസിച്ചോ? ഏത് രാത്രിയിലാണ്, ഏത് സമയത്താ അവരിറങ്ങുക? ഇങ്ങനെ ചോദിച്ചു പരിഹസിച്ചവർ സഹാബിമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതേ മുജാഹിദേ, നിന്റെ അല്ലാഹ് ഇങ്ങനെ വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് എല്ലാ രാവിലും ഇറങ്ങി വന്ന് ഫയലൊപ്പിട്ട് കയറിപ്പോകുന്ന അള്ളയാണല്ലേ? എങ്കിൽ ഈ ലോകത്ത് രാത്രിയും പകലുമൊക്കെ മാറി മാറി വരുമ്പോ ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ തൊട്ടടുത്ത് പകലാണ്, മറ്റൊരു സ്ഥലത്ത് വേറെ ഒരു സമയമാണ്. അപ്പം നിങ്ങളുടെ റബ്ബിനിങ്ങനെ ഇറങ്ങാനല്ലേ നേരം കാണൂ, എപ്പോഴാ കയറിപ്പോവുക എന്ന് പറഞ്ഞ് റബ്ബിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും അതൊക്കെ അവരെ പോലെ മനുഷ്യരെ പോലെയാണെന്ന് കണക്ക് കൂട്ടിയിട്ട് അല്ലാഹ് അവനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ള അവൻ്റെ ഗുണങ്ങളെ, അവൻ്റെ വിശേഷണങ്ങളെ ഒന്നുകിൽ പരിഹസിക്കുന്നു, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു, അതല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് വേറെ ഒരു വഴിയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇതൊന്നുമല്ല ശരിയായ മാർഗം. അവിടുന്ന് പഠിപ്പിച്ച സന്ദേശം സഹാബിമാർ ഉൾക്കൊണ്ടവരാണ്. അവർ അല്ലാഹ് ഇറങ്ങും എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെന്ന് ചോദിച്ചിട്ടില്ല. റഹ്മാനു അലൽ അർശി ഇസ്തവാ, റഹ്മാൻ അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ആ ഇരുത്തം എന്ന് ചോദിച്ചിട്ടില്ല. റബ്ബിനോട് അനുയോജ്യമായ നിലക്ക് അവൻ ഇറങ്ങുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു, വരുന്നു. അവൻ അനുയോജ്യമായ നിലക്ക് അവൻ പറഞ്ഞതെല്ലാം ഉണ്ടെന്നതല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടികളെ പോലെ എന്നോ ഏതെങ്കിലും ഒന്നിനെ പോലെ എന്ന് താരതമ്യപ്പെടുത്താനോ മറ്റേതെങ്കിലും നിലക്ക് വ്യാഖ്യാനിച്ച് മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാനോ സ്വഹാബത്ത് തയ്യാറാവാതെ അള്ളാന്റെ റസൂല് കൊടുത്ത സന്ദേശത്തിൽ അവർ മുറുകെ പിടിച്ചു നിന്നു. ആ നിലക്ക് തന്നെ മുറുകെ പിടിച്ച് നിൽക്കുന്നവർക്കേ രക്ഷയുള്ളൂ. അന്നവർ ഏതൊക്കെ വിശ്വാസങ്ങൾ വിശ്വസിച്ചോ, അന്നവർ പ്രാർത്ഥനയിലും ദുആയിലും നേർച്ചയും വഴിപാടുകളിലും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളിലും സ്വഭാവങ്ങളിലുമൊക്കെ ആദിമ തലമുറ എന്തൊന്നുകൊണ്ട് നന്നായോ ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തിയാലല്ലാതെ അന്തിമ തലമുറയും നന്നാകാൻ പോകുന്നില്ലെന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇത്തരുണത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നാൽ സഹോദരന്മാരെ, ഇന്നത്തെ സ്ഥിതി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു തന്ന ആ യഥാർത്ഥമായ സന്ദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബിൻ്റെ ഗുണവിശേഷണങ്ങളാണ് മറ്റുള്ളവർക്കും നൽകുന്നത്. എല്ലാം അല്ലാഹു മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന വിശ്വാസം വന്നു. അങ്ങനെ ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന റബ്ബ്, അവനിപ്പോൾ പണിയൊന്നുമില്ല,
അവനിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അവൻ്റെ എല്ലാം പകുത്തു കൊടുത്തു കഴിഞ്ഞു, ഓരോരുത്തർക്കുമായി വിഭജിച്ചു കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ലോകത്തിപ്പോൾ ഭരണം നടത്തുന്നത്, നിയന്ത്രണം നടത്തുന്നത് ഖുതുബുൽ അഖ്താബുകളാണ്, ഗൗസുൽ അഅ്ലമുകളാണ്, അബ്ദാലികളാണ്, ഔതാദുകളാണ്, നുഖബാഉകളാണ്, നുജബാഉകളാണ്. അതേ, തീർന്നില്ലല്ലോ പ്രിയമുള്ളവരെ. ഇവര് ലോകമിന്ന് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു 422 അംഗസഭയാണെന്ന വിശ്വാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മുസ്ലിമീങ്ങളായി ഇവിടെ എഴുതി, മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരാണ് ഇവിടെ എഴുതി വിട്ടിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ കക്ഷികൾക്ക് എന്ത് പാരമ്പര്യമാണ് ഹബീബിനോടുള്ളത്? അവിടുത്തെ സന്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് അവകാശപ്പെടുന്ന ഈ കക്ഷികൾ ഇപ്പൊ പറയുന്നത് 422 അംഗങ്ങളുള്ള ഒരു പാർലമെന്റാണ്, ഒരു സഭയാണ് ലോകം ഇന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സഭയുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പോലും. അതേ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിളിർ നബി അലൈഹിസ്സലാമിന് കാര്യങ്ങൾ കൈമാറും. ഖിളിർ നബി അന്ന് ജീവിച്ചിരിക്കുന്ന ഖുതുബിന് കാര്യങ്ങൾ കൈമാറും. അതേ, ആ ഖുതുബ് അന്നുള്ള പ്രത്യേകമായ ചില പ്രത്യേകം ലോകത്തിൻ്റെ മുഴുവൻ എല്ലാ ഭാഗങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ട്. അവർക്ക് മുമ്പിൽ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കും. റിപ്പോർട്ടുകൾ അവരുടെ മുമ്പിലേക്കാണ് എത്തുന്നത്. ഈ നിലക്ക് പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ മുമ്പിലതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച്, ഖിളിർ അലൈഹിസ്സലാമിനെ കുറിച്ച്, മഹാന്മാരായ നേതാക്കളെ സംബന്ധിച്ച് വികലമായ വിശ്വാസങ്ങളാണ് സമൂഹത്തിലേക്ക് അവർ പടർന്നു പിടുത്ത് വളരെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കണം, ഒരു ഖുതുബ് അവരെ നിയന്ത്രിക്കുകയാണ്. ആ മഹാന്റെ കീഴിൽ തൊട്ടടുത്ത സ്ഥാനക്കാരായി 4 ഔതാദുകളും അവർക്ക് കീഴിൽ 7 അഖ്യാറുകളും അവർക്ക് കീഴിലായി യഥാക്രമം 40 അബ്ദാലുകളും 70 നുജബാവുകളും 300 നുഖബാവുകളും ഉണ്ടായിരിക്കും. അങ്ങനെ കൂട്ടിപ്പറഞ്ഞതാണ് 422 ആളുകൾ. ഇനി എന്താ ഇവർക്കുള്ള ഡ്യൂട്ടി എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? മുസ്ലിമീങ്ങളാണിത് പ്രചരിപ്പിക്കുന്നത്. അതേ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളിൽ ഞങ്ങളാണ് റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് മനസാക്ഷിയോട് ചോദിക്കണേ, ഇത് ഇസ്ലാമിലുള്ള നിയമമാണോ ഈ വായിക്കാൻ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ലോകത്തിൻ്റെ എല്ലാ നിയന്ത്രണവും നടത്തുന്നത്. അവിടുന്ന് വിവരങ്ങളൊക്കെ ഖിളിർ നബി അലൈഹിസ്സലാമിന് കൈമാറുകയാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് റസൂലുള്ളാഹിക്ക് വഹി കൊടുക്കും. അവിടുന്ന് ആ കാര്യം ഖിളിർ നബിക്ക് കൈമാറും. അദ്ദേഹം ഖുതുബിനും ഖുതുബില്ലെന്ന് അഖ്താബിനും അതുപോലെ തന്നെ നുജബാ നുഖബാ അതുപോലെയുള്ള ആളുകൾക്കും നിർദ്ദേശം കിട്ടുകയാണ്. അവരിങ്ങനെ ഭൂമിയിൽ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് പോലും. ഈ 422 ആളുകളടങ്ങുന്ന സഭ ലോകത്ത് മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്തിനാ സഞ്ചരിക്കുന്നത്? അവർ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അവയെക്കുറിച്ച് ഖുതുബിന് റിപ്പോർട്ട് നൽകുന്നുണ്ട്. അവരുടെ സമ്മേളനങ്ങൾ ഇടയ്ക്കിടെ എവിടെ ചേരുന്നുണ്ട്? മക്കയിൽ ചേരുന്നുണ്ട്, മദീനയിൽ ചേരുന്നുണ്ട്, സംസം കിണറിൻ്റെ പരിസരത്തൊക്കെ ഈ 422 അംഗ സഭ ഇങ്ങനെ ചേർന്നിട്ട് അതേ, അവരാണ് ലോകത്തിൻ്റെ കൺട്രോള്. ആ കൂട്ടത്തിലൊന്നും അതാ അന്ന് നിലവിലുള്ള ഖുതുബിന് ഖുതുബുസ്സമാൻ, ആ കാലഘട്ടത്തിലെ കൺട്രോൾ ഏൽപ്പിക്കപ്പെട്ട നേതാവ്, അതേ ആ ആളുകളാണ് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ലല്ലോ പ്രിയമുള്ളവരെ, അവർ ലോകത്തെന്തൊക്കെയാണ് ചെയ്യുന്നത്? അതേ, ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ എന്ന പേരിൽ, ഈ ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങളുടെ പേരിലുള്ള ആ ജാറത്തിൻ്റെ വരുമാനം കൊണ്ട് നടത്തുന്ന സ്ഥാപനക്കാർ അവരിറക്കുന്ന ഒരു മാസികയിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അതേ, ഖുതുബുകൾ മമ്പുറത്തെ തങ്ങളടക്കമുള്ള ഖുതുബുകൾ ചെയ്യുന്ന പണി എന്താണ്? പ്രപഞ്ചത്തെ സമതുലിതമായി നിലനിർത്തുന്നു. ഈ പ്രപഞ്ചം തട്ടാതെ മുട്ടാതെ
അള്ള നിശ്ചയിച്ചിട്ടുള്ളവർ റൂട്ടിലല്ലേ അത് നടക്കുന്നത്. ആകാശഭൂമികൾ പൊട്ടിപ്പിളരാതെ തട്ടിത്തകർന്ന് തരിപ്പണമാവാതെ ഓരോന്നിനും അള്ള നിശ്ചയിച്ചിട്ടുള്ളവ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അള്ള സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ അള്ള ഓരോന്നിനും നിശ്ചയിച്ച ഭ്രമണപഥത്തിലൂടെ അത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുസ്ലിമീങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുമ്പോൾ അതേ ഇക്കൂട്ടര് പറയുന്നത് ഈ ലോകത്തിന്റെ സമതുലിതത്വം നഷ്ടപ്പെടാതെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നു, ഭൂമിയിൽ മഴ വർഷിപ്പിക്കുന്നു. അബൂജഹലിനോട് പോലും ചോദിച്ചിട്ടുണ്ട്, ആരാണടോ ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നവൻ? അള്ളയാണെന്ന് അബൂജഹിൽ പറഞ്ഞത്. എന്നാൽ കേട്ടോ, കുത്തുബ് നിർവഹിക്കുന്ന ഡ്യൂട്ടിയാണ് ഭൂമിയിൽ മഴ വർഷിപ്പിക്കുക, സസ്യലതാദികൾ മുളപ്പിക്കുക, ഭൂനിവാസികൾക്ക് അന്നം നൽകുക തുടങ്ങിയ അതിഭൗതിക കാര്യങ്ങൾ പോലും അത്തരം കുത്തുബുകളുടെ ശ്രദ്ധയും ദൈവാനുമതി പ്രകാരമുള്ള സ്വാധീനവും ഉണ്ടായിരിക്കുമെന്ന് അതേ ലോകത്തിൻ്റെ മുമ്പിലങ്ങ് പച്ചയായി എഴുതിവിട്ട് പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതേ ഖുത്ബുസ്സമാൻ എന്ന പേരിൽ വിളിപ്പാടകലെ ഈ കൊളപ്പുറത്ത് വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അടുത്ത പ്രദേശമല്ലേ മമ്പുറത്ത്. ആ മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങളെ സംബന്ധിച്ച് ഖുത്ബുസ്സമാൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. ആ ഖുത്ബുസ്സമാൻ ലോകം കൺട്രോൾ ചെയ്യുകയാണ് പോലും. അങ്ങനെ ഖുത്ബുസ്സമാനിനോട് എല്ലാം പിന്നെ തേടാമെന്നായി. ഈ 422 അംഗസഭ റസൂലുള്ള ഏറ്റവും ടോപ്പ് നേതാവ്, രണ്ടാമത് ഖിദ്ർ അലൈഹിസ്സലാം എന്ന നേതാവ്, പിന്നീട് അതാത് കാലഘട്ടത്തിലെ ഖുത്ബുൽ അഖ്താബ് എന്ന നേതാവ്, അതിൻ്റെ കീഴിൽ ഗൗസുകള്, അതിൻ്റെ കീഴിൽ അബ്ദാലുകള്, അതിൻ്റെ കീഴിൽ ഔത്താദുകള്, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറികളായി തിരിച്ചുകൊണ്ട് ഖുർആനിലുള്ള പേരല്ല, ഹദീസുകളിൽ വന്ന പേരല്ല, ഖുർആൻ പറഞ്ഞതുപോലെ ഇൻഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ യത്തബിഊന ഇല്ലല്ലന്ന വമാ തഹവൽ അൻഫുസ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, അവർക്ക് തോന്നിയ ചില പേരുകൾ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ചില പേരുകളും പല പേരുകളുമൊക്കെ ഇട്ടിട്ട് അവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അവരോട് എന്തും ചോദിക്കാം. അതല്ലേ മംഗലാപുരത്ത് വെച്ച് പച്ചയായി തന്നെ പറഞ്ഞത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണേ അല്ലാ എന്ന് ലോക മുസ്ലിമീങ്ങൾ അവർ നിർബന്ധമായും 17 തവണയും അല്ലാത്ത ഘട്ടങ്ങളിലും തേടിക്കൊണ്ടിരിക്കുന്ന അതേ തേട്ടം കുത്തുബുകളിലേക്ക്, ശൈഖുകളിലേക്ക്, റസൂലുള്ളാഹിയിലേക്ക് തിരിച്ചുവിട്ടാൽ അത് ശരിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു വിരോധവുമില്ല. അവരൊന്നും അല്ലാഹുവിൻ്റെ അതേ മഖ്ലൂക്കുകളാണ്, അവരൊന്നും പടച്ചവന്മാരല്ലെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരോടിതൊക്കെ ചോദിക്കാമെന്ന് വരെ പറയുന്നവർക്ക്, ഓ ജനങ്ങളെ, ഇവർക്ക് റസൂലുള്ളാഹിന്റെ ജീവിതവുമായിട്ടെന്ത് ബന്ധമാണ്, സന്ദേശവുമായിട്ടെന്ത് ബന്ധമാണ്, ഇവരും സുന്നത്ത് ജമാഅത്തുമായിട്ട് എന്ത് ബന്ധമാണെന്ന് നിഷ്പക്ഷരായ ആളുകളെ കക്ഷിഭേദം മാറ്റിവെച്ചുകൊണ്ട് ചെന്ന് കിടക്കാനുള്ള ഖബറിന്റെ ആ മണ്ണറയിലെ ഇരുട്ടിനെ ഓർത്തുകൊണ്ടെങ്കിലും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണേ. ഇത് പറയുന്നവന്റെ പാർട്ടി നോക്കണ്ട, അവന്റെ കക്ഷി നോക്കണ്ട. ഞാനും നിങ്ങളും ആദരിക്കുന്ന ഹുദല്ലിന്നാസ് എന്ന് റബ്ബ് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിന് വിരുദ്ധമായി മഹാത്മാക്കളെ കുറിച്ച് അതിരിവിട്ട അതേ മുൻഗാമികളായ പിഴച്ച കക്ഷികളുടെ പാതയിലേക്ക് പോകുമ്പോ അരുത് ജനങ്ങളെ, ഇത് ഹബീബ് പഠിപ്പിച്ച സന്ദേശത്തിന് വിരുദ്ധമാണെന്ന് പറയുമ്പോ ഒന്ന് കണ്ണു തുറന്ന് നോക്കൂ, ഒന്ന് കാത് തുറന്ന് കേൾക്കൂ, മനസ്സ് തുറന്നൊന്ന് നിഷ്പക്ഷമായി ചിന്തിക്കൂ പരലോക രക്ഷയ്ക്ക് വേണ്ടി. ഇനിയും കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ മമ്പുറത്തെ ഖുത്ബുസ്സമാനോട് പോലും എന്തിനും ചോദിക്കാമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, കുരുന്നുകൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന കുരുന്നുകൾക്കുള്ള കുരുന്നു മാസികയിൽ പോലും മമ്പുറത്തെ തങ്ങളോട് ചൊല്ലാനും പറയാനും പഠിപ്പിച്ച 2 വരി പദ്യം എന്താണ്? തെറ്റുകുറ്റം മൂത്ത പാപിയുടെ ഹൃത്തടത്തെ കുറ്റമറ്റതാക്കിടണേ മമ്പുറത്തെ മുത്തേ.
ചെറിയ കുട്ടികൾക്കൊരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണതിൽ പറയുന്നത്? തെറ്റുകുറ്റം മൂത്ത പാപിയുടെ ഹൃത്തടത്തെ കുറ്റമറ്റതാക്കിടണേ മമ്പുറത്തെ മുത്തേ. ഓ മമ്പുറത്തെ തങ്ങളെ, മമ്പുറത്തെ മുത്തേ, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് മൂത്ത ഈ പാപിയുടെ ഹൃദയത്തിലെ കറകളെല്ലാം കളഞ്ഞിട്ട് കുറ്റമറ്റതാക്കി തരണേ, പാപങ്ങൾ പുറത്തു തരണേ. യാ നാസീറൻ ലിൽ ഇബാദി ഫീ മുസ്തരികിൽ ഇനാദി യാ മുഅ്തിയൻ ലിൽ മുറാദി സിദിയാ നൈലൽ മഹറാമി. മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങളെ വിളിച്ചുകൊണ്ട് തേടുന്ന പദ്യമാണ്. അതേ മമ്പുറം മൗലൂദിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പദ്യമാണ്. യാ മൽജഅൻ ലിൽ ബറായാ ഫീ മുസ്തദമി റസായാ കുൻ ഹാഫീളൻ ലിൽ ബലായാ സിദിയാ നൈലൽ മഹറാമി. അതേ, എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കൺട്രോൾ ചെയ്തു തരുന്ന, എല്ലാം എനിക്ക് അഭയം തേടാൻ വേണ്ടി കയറി വരാൻ പറ്റാവുന്ന അതേ സർവമനുഷ്യരുടെയും അഭയ കേന്ദ്രമായ തങ്ങളെ, എല്ലാ പരീക്ഷണങ്ങളിലും നിങ്ങളെനിക്ക് കാവലുണ്ടാകണേ. മമ്പറത്തെ തങ്ങളോടാണ് ഈ ചോദിക്കുന്നത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ ചിന്തിക്ക്, മമ്പുറം മഖാമിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലെ അസൂയ കൊണ്ടല്ല, അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം നടത്തുന്നതിലുള്ള അസൂയ കൊണ്ടല്ല, പക്ഷേ സർവശക്തനായ റബ്ബിന് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥന അത് മറ്റുള്ളവരിലേക്ക് തിരിച്ചുകൊണ്ട് നേതാവിനോട് മഹബത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് ബിംബം വെച്ച് കഅബാലയത്തെ മലീമസമാക്കിയ മുശ്രിക്കുകൾ ഇബ്രാഹീമിനോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞതിനേക്കാൾ അതപ്പതിച്ച സ്നേഹപ്രകടനമല്ലേ? ഒന്ന് മനസ്സു തുറന്നൊന്ന് ചിന്തിക്കും. ഇനി അതാ അറേബ്യൻ മുശ്രിക്കുകൾ പോലും കടലിൽ വെച്ചവർ റബ്ബിനെ മാത്രമാ വിളിച്ചത് എന്നാലോ മൗലിദിൽ പറയുന്നതോ യമൻ ദാഅഹു സഫീന നജൗ മിൻ ഗറഖിൻ ആമീന ബഹ്റൻ ആമിഖൻ മുബീന സിദിയാ നൈലൽ മറാമി. കടലിലോട്ട് ആകെ വിഷമിച്ച നേരത്ത്, കപ്പലിൽ വെച്ച് വിളിച്ച നേരത്ത്, ആ മുങ്ങിച്ചാകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ തങ്ങളെ, ആഴമേറിയ സമുദ്രത്തിൽ എനിക്ക് തുണയായവരെ, എന്നിട്ട് അവിടെ ചെന്നിട്ടും പറയാണ് സുർതു റൗദകൽ കരീമാ അഷ്കൂ ഇലൈക സഖീമാ ഖദ് കാന ഖബ്ലൽ വസീമാ സിദിയാ നൈലൽ മറാമി. അങ്ങയുടെ ഈ ഖബറിൻ്റെ ഈ പൂമുഖത്ത് റൗദയിൽ ഞാൻ സന്ദർശിച്ചിരിക്കുന്നത് രോഗം കൊണ്ട് വലഞ്ഞവനാണ് തങ്ങളെ, രോഗം കൊണ്ട് വലഞ്ഞവനാണ്. എൻ്റെ രോഗത്തെ അങ്ങ് ശിഫയാക്കണേ. അതേ, ഈ നിലക്ക് സമൂഹത്തോട് മൗലിദ് കിതാബുകളിൽ ഉണ്ടെന്ന് മാത്രമല്ല, മുസ്ലിയാക്കളതാ അവരുടെ വഅളുകളിൽ വളരെ ആവേശത്തോടെ പറയുന്ന വാചകം കേൾക്കണോ? ഉമ്മമാരെ, യുവാക്കളെ, രക്ഷിതാക്കളെ, മുസ്ലിയാർ വിളിച്ചതാ നിങ്ങളിപ്പോൾ കേട്ടത്. ഉമ്മമാരെ, യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ. മുസ്ലിയാരുടെ പ്രസംഗമാണ്. ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാൻ റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ എന്നും പറഞ്ഞ് എന്തിനും ഇവരോട് വിളിച്ച് തേടാൻ പഠിപ്പിക്കുന്ന ഈ സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സന്ദേശമാണോ? അല്ലല്ലോ. ഈ ആഹ്വാനം ഇസ്ലാമല്ല, അത് ശിർക്കിലേക്കും കുഫറിലേക്കുമുള്ള ക്ഷണമാണ്. ഇതിനെതിരെയാണ് ഇതുപോലെയുള്ള സമ്മേളനങ്ങളിലൂടെ, അല്ലാത്ത ചെറുതും വലുതുമായ ദൗത്യങ്ങളിലൂടെ മുജാഹിദ് പ്രസ്ഥാനം വടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദുആ നിന്റെ രക്ഷിതാവിനോടല്ലാതെ നിർവഹിച്ചുകൂടാ. നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചില്ലേ, അല്ല പ്രഖ്യാപിക്കാൻ പറഞ്ഞില്ലേ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി
അഹദാ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആയിരക്കുകയുള്ളൂ, അവനിൽ ഞാൻ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല. ഈ ആദർശത്തിന് വേണ്ടി പടപൊരുതുന്ന മുജാഹിദുകളെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ കൂട്ടര് ഇവർ ജിന്ന് പൂജകരാണ്, ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാലോ ഈ പറയുന്ന ഇവരല്ലേ ജിന്നുകളെ പേരെടുത്തും അല്ലാതെയും ഒക്കെ വിളിച്ചു തേടുന്നത്. അവരിത് പറയാൻ അവർക്ക് വെറുതെ കിട്ടിയതല്ല. 2002 നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിളർന്നു പോയിട്ടുള്ള മടവൂർ വിഭാഗത്തിൻ്റെ ആളുകളും നമ്മുടെ നേരെ നോക്കിയിട്ട് ജിന്നുകളാണ്, അതേ ജിന്നൂരികളാണ്, ജിന്നുകളെ വിളിച്ച് തേടുന്നവരാണെന്ന് പറഞ്ഞു. അതിവരേറ്റുപാടിയതാണ്. അതേ അന്നൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് അതേ കള്ളം പറയല്ലേ സഹോദരങ്ങളെ. സർവലോക പരിപാലകനായ റബ്ബിനെയല്ലാതെ ഏത് ഘട്ടങ്ങളിലും അവനെ മാത്രമല്ലാതെ അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത, സഹായം തേടാത്ത, ചോദിക്കാത്ത, തീർച്ച വഴിപാടുകൾ അർപ്പിക്കാത്ത, അതിനുവേണ്ടി ആട്ടും തുപ്പും തൊഴിയും ഏറ്റ, വീട് ബഹിഷ്കരണങ്ങളും മഖ്ബറ ബഹിഷ്കരണങ്ങളും മഹല്ല് ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങിയ ഒരു സമൂഹത്തെ നോക്കിയിട്ട് നിങ്ങൾ അവർ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സുബ്ഹാനക ഹദാ ബുഹ്താനുൻ നദീം, ഇത് വമ്പിച്ച കളവാ നിങ്ങൾ പറയുന്നതെന്ന് ഒന്നിച്ചിരുന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും ഇപ്പോൾ അതാ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ നിയോഗമെന്നല്ലാതെ എന്തു പറയാൻ. അക്കൂട്ടരോടൊട്ടി നിന്നുകൊണ്ട് നമ്മുടെ നേരെ നോക്കിയിട്ട്, പാവപ്പെട്ട മുജാഹിദുകളെ നോക്കിയിട്ട്, മുവഹിദുകളെ നോക്കിയിട്ട്, അതേ പടച്ച റബ്ബേ നിനക്ക് വേണ്ടിയല്ലാതെ ഇബാദത്തിന്റെ ഒരംശം പോലും സമർപ്പിക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സർവ്വരൂപത്തിലുള്ള പ്രതിസന്ധികളും ഏറ്റുവാങ്ങിക്കൊണ്ട് അതേ പിടിച്ചു നിൽക്കാനാവാതെ പലരും പതറിയ നേരത്ത് പോലും സർവലോക പരിപാലകനായ റബ്ബിലുള്ള അടിയുറച്ച വിശ്വാസം ഒന്നുകൊണ്ട് കരുത്താർജിച്ച് മുന്നോട്ട് പോയവരെ നോക്കിയിട്ട് എടോ നീ ജിന്നിനോട് വിളിച്ച് തേടുന്നവരാണെന്ന് ഓരോരുത്തരോട് പറയുക മാത്രമല്ല, മമ്പുറത്തെ തങ്ങളെ വിളിച്ചോ എന്ന് പറയുന്ന കക്ഷികളോട് അവരുടെ മാസികയോട് പോയിട്ട് പോലും പറഞ്ഞു, അതെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ ഇപ്പോൾ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്നും അത് ശിർക്കല്ലെന്നാണ് അവരുടെ വാദമെന്നും പ്രശ്നങ്ങൾക്ക് കാരണം അതാണെന്നും തട്ടിവിട്ടപ്പോൾ അതേ റബ്ബിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ഒരു സമൂഹത്തിൻ്റെ മേൽ അവർ ചെയ്യാത്ത കാര്യങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആരോപണം പറയുമ്പോ യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, അതെ അപ്പറഞ്ഞ നാവുകൾ നാളെ പരലോകത്ത് വരില്ലേ, അത് സാക്ഷിയായി വരൂലേ. അതല്ലെങ്കിൽ ഇന്ന് വരെ ഏത് സ്റ്റേജിൽ ഏത് മുജാഹിദാണത് പറഞ്ഞത്? ആരാണ് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? ആരാണത് എഴുതിയത്? പോകട്ടെ, ജീവിതത്തിൽ മുജാഹിദിന്റെ ആദർശം പഠിച്ച ഒരു കൊച്ചുകുട്ടിയെങ്കിലും ഇന്ന് വരെ അവന്റെ ജീവിതത്തിന്റെ 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിനിടയിൽ റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ച ഒരു സാമ്പിൾ ഒന്ന് കാണിക്കാമോ? ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. അതേ പാവപ്പെട്ട നമ്മുടെ പ്രഭാഷകന്മാര്, പ്രവർത്തകന്മാര്, അണികള്, അതേ മക്കളുടെ പേരിൽ വിലപിക്കേണ്ടി വന്ന ഉമ്മമാര്, പിതാക്കള്, കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വന്നവര്, അവർക്കൊന്നും ഇന്നും പിടികിട്ടിയിട്ടില്ല എന്തിനാ ഞങ്ങളെ ഇതാക്ഷേപിച്ചതെന്ന്, എന്തിനാ ഞങ്ങളെ ഈ ചീത്തപ്പേര് വിളിച്ചതെന്ന്, എന്തിനാ ഞങ്ങളിൽ ഈ ആരോപണം പറഞ്ഞതെന്ന്. ഇന്ന് വരെ ജീവൻ പോകേണ്ടി വന്നാലും, അതേ നേരത്തെ എൻ്റെ സ്നേഹിതൻ ഫൈസൽ മൗലവിയുടെ പറഞ്ഞില്ലേ, നീ അല്ലാഹുവിൽ ശിർക്ക് വെക്കല്ല കേട്ടോ, കഷ്ണം നീ മുറിക്കപ്പെടേണ്ടി വന്നാലും ജീവൻ കളയേണ്ടി വന്നാലും ഈ ആദർശത്തിന് വേണ്ടി നിലക്കൊണ്ടു എന്നതിൻ്റെ പേരിൽ പ്രയാസം സഹിക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇത് പറയുമ്പോ ആ പറയുന്നവർക്ക് അവരുടെ വഴിക്ക് പോകാമെന്നതല്ലാതെ തൗഹീദിന്റെ പടഹധ്വനിയുമായി കൊണ്ട് ശക്തമായി മുന്നേറുമ്പോൾ റബ്ബേ നീയാണ് തുണ. പറയുന്നവരെന്തും പറയട്ടെ, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. മനസ്സ് തളർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ചുണക്കുട്ടികളെ ഒതുക്കാമെന്ന് ധരിച്ചവരുണ്ടെങ്കിൽ അവരവരുടെ മനപ്പായസം കൊണ്ട് നടക്കട്ടെ. ഈ ആദർശത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിനിടക്ക് ആരുടെ വാഗ്ദോരണികൾക്കും ആരുടെ ആരോപണങ്ങൾക്കും വില കൽപ്പിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ മുന്നോട്ട് പോകുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖുൽ നബിയെ പറയൂ, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വല
വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. അപ്പൊ ഇന്ന് വരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത വാദങ്ങൾ, ഇന്ന് വരെ ധാരാളുടെ മുമ്പിലും പറയാൻ സാധിച്ചിട്ടില്ലാത്ത വാദങ്ങൾ 100 ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ കളവിന് സ്വീകാര്യത ലഭിക്കുമെന്ന് തോന്നിയിട്ട് പലരും പലതും പറയുന്നു. പക്ഷേ നമുക്ക് റബ്ബിലേക്ക് വിടാം, റബ്ബിൽ സമാധാനമർപ്പിക്കുന്നു. സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ തൗഹീദിന്റെ ആദർശത്തിൽ നിന്ന് മാറിയിട്ട് ഓരോരുത്തർക്ക് വ്യത്യസ്തങ്ങളായ പേരുകളും കാറ്റഗറികളും പദവികളും നൽകിക്കൊണ്ട് അവരോട് എന്തും വിളിച്ചു ചോദിക്കാനും അവരാണ് ലോകത്തിന്റെ കൺട്രോൾ അവർക്കാണെന്നും വിശ്വസിച്ചു എന്ന് മാത്രമല്ലല്ലോ, അവരെക്കുറിച്ച് വികലമായ ഒട്ടേറെ വിശ്വാസങ്ങൾ സമൂഹത്തിൽ പരത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ കുത്തുബുകളെ സംബന്ധിച്ച് ഈ വിശ്വാസങ്ങൾക്കൊക്കെ പുറമെ എന്തുണ്ടായി? അവർക്കൊരു തടി മാത്രമല്ല, അവർക്ക് വ്യത്യസ്ത തടികളാണ്. അമ്പറത്തെ തങ്ങൾക്ക് പാപ്പാക്ക് ഒരു തടിയല്ല, പല തടികളാണ്. അതേ ഔലിയാക്കന്മാർക്കൊക്കെ പല തടികളാണ്. അവരവിടെയും ഉണ്ടാകും, ഇവിടെയും ഉണ്ടാകും, എവിടെയും ഉണ്ടാകും. അങ്ങനെ പല സ്ഥലത്തും അവരെ കാണുമെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ അതേ ഞാൻ നേരത്തെ വായിച്ച മാസികയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇവരിറക്കുന്ന മാസികയിൽ തന്നെ മമ്പുറം ജാറത്തിന്റെ വക്താക്കൾ ഇറങ്ങിയ മാസികയിൽ തന്നെ കണ്ടോ, നിശാ പ്രാർത്ഥന മമ്പുറത്തെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ വെച്ചും പ്രഭാത നേരത്തെ മസ്ജിദുൽ ഹറമിൽ വെച്ചും പതിവായി അനുഷ്ഠിച്ചിരുന്ന മമ്പുറം തങ്ങൾ. അപ്പൊ മമ്പറത്തെ പാപ്പാടെ പതിവെന്താണ്? ഇശാനിസ്കാരം പതിവായി മമ്പറത്തെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ വെച്ചാണ് എന്നും ഇശ നിസ്കരിക്കുന്നത്. ഫജ്റിന് മൂപ്പര് ആ പള്ളിയിലില്ല, ഫജ്റിന് മൂപ്പര് ഹറമിലെത്തിപ്പോയി. ഒരു ദിവസം മാത്രമല്ല, സാധാരണ മൂപ്പരുടെ പരിപാടി അതാണ് പോലും. അപ്പൊ സുബഹിക്ക് മമ്പറത്തെ തങ്ങൾ വരൂലാന്ന് വരികൾക്കിടയിലൂടെ ഒപ്പിച്ചുണ്ടാക്കിയിട്ട് ഇശാക്ക് കണ്ട തങ്ങളുമായി സുബഹിക്ക് എന്തേ കാണാത്തതെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തട്ടിപ്പടച്ചുണ്ടാക്കിയതാണ്. നിശാ പ്രാർത്ഥന മമ്പറത്തെ സ്വന്തം വീട്ടിനടുത്തുള്ള പള്ളിയിൽ വെച്ച് നിർവഹിച്ചിരുന്ന തങ്ങൾ പ്രഭാത നേരത്ത് മസ്ജിദുൽ ഹറാമിലെത്തി പതിവായി സുബഹി നിസ്കരിക്കുന്നു. ഇത് ഇസ്ലാമാണോ? നിങ്ങൾ പറയണം. ഈ സമൂഹത്തോട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല, ജുമഅക്ക് പോകില്ല എന്നൊരു പരാതി മമ്പുറത്തെ തങ്ങളെ കുറിച്ച് ഞങ്ങളാരുമല്ല ഇവിടെ പറഞ്ഞത്. മമ്പുറത്തെ തങ്ങളെ ആദരിക്കാൻ എന്ന പേരിൽ എഴുതി വിട്ടിട്ടുള്ള ലേഖനത്തിൽ മമ്പുറത്തെ പാപ്പ ജുമഅക്ക് പോകില്ല എന്ന പരാതി വന്നപ്പോ പാപ്പ പറഞ്ഞു പോലും മുഅദ്ദിനോട് നമുക്കിന്ന് ജുമഅക്ക് പോകണം. ബാങ്ക് കൊടുത്തിട്ടും മമ്പുറത്തെ തങ്ങൾ ജുമഅക്ക് വരുന്നില്ല. പള്ളിയിലെ മുഅദ്ദിനോട്, ബാങ്ക് വിളിക്കുന്ന മുക്രിക്കയോട് മമ്പുറത്തെ തങ്ങൾ പറഞ്ഞു പോലും നീ എൻ്റെ കൈ പിടിച്ച് കണ്ണു ചിമ്പിക്കോ. ളുഹർ ജുമാന്റെ ബാങ്കിന്റെ നേരത്താ മമ്പറത്തെ കടവിൽ കീണ്ട് ഇറങ്ങി. മമ്പറത്തെ പാപ്പ മമ്പറത്തെ കടവിൽ കീണ്ട് ഇറങ്ങിയിട്ട് മുക്രിക്കാനോട് പറഞ്ഞു എൻ്റെ കൈ പിടിച്ചോ. ഞാൻ കൈ പിടിച്ചു, കണ്ണ് ചിമ്മി തുറന്നതേ ഓർമ്മയുള്ളൂ, ഞാൻ ഹറമിൽ ജുമഅക്കെത്തിയിരിക്കുന്നു. നോക്കണം നിങ്ങളപ്പോ ജുമഅക്കും വരുന്നില്ല. മമ്പുറത്ത് നിന്ന് അതേ പോവുകയാണ് എല്ലാ ജുമഅക്കും. അവിടെ മിനിറ്റുകൾ കൊണ്ടവിടെ എത്തുകയാണ്. തീർന്നില്ലല്ലോ. ഞാൻ വിശ്വസിക്കില്ല ഇനി പറയാൻ പോകുന്ന കാര്യവും. അദ്ദേഹത്തെ കുറിച്ചുള്ള മൗലിദിൽ എന്താ പറഞ്ഞത്? വസാറ ഖുതുബസ്സമാനി വഗൗസല്ലനാം ഫകാന യൽബസു നഹ്വൽ മുഖസ്സബി വൽ ഹരീർ മിനൽ മലാബിസിൽ ഫാഖിറ വയതഖത്തമു ബിദ്ദഹബി. അതേ ഖുതുബുസ്സമാൻ ഗൗസുല്ലനാം എന്നൊക്കെയുള്ള വിശേഷ പേരിന് അർഹനായി തീർന്ന തങ്ങൾ പാപ്പ അദ്ദേഹം അതാ പട്ടുടുക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ പട്ടുവസ്ത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇതെന്റെ സമൂഹത്തിലെ ദുക്കൂറിന്, പുരുഷലോകത്തിന് ഹറാമാണെന്ന് പറഞ്ഞ പട്ടുവസ്ത്രം മമ്പുറത്തെ പാപ്പ ഉടുത്തിരുന്നു എന്ന് മാത്രമല്ലല്ലോ, രണ്ടാമത് എഴുതിയത് എന്താണ്? വയതഖത്തമു ബിദ്ദഹബി. അതേ പൊന്നിന്റെ മോതിരം അണിഞ്ഞിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിച്ചിരുന്നു മമ്പുറത്തെ പാപ്പ എന്നാണ് അതേ അദ്ദേഹത്തെ കുറിച്ച് എഴുതി വിട്ടിരിക്കുന്നത്. ഇങ്ങനെ ആ മഹാനെ കുറിച്ച് അതേ അദ്ദേഹത്തിന് പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ എഴുതി വിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരെ ബഹുമാനിക്കാൻ എന്ന പേരിലാണ് ജാറം കെട്ടുന്നത്. അതേ അവിടെ തുണി കൊണ്ട് മൂടുന്നത്, അവിടെ വിളക്ക് കൊളുത്തുന്നത്, അവിടേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നത് ഇസ്ലാമാണോ ഇത്? പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളിൽ ഇത് പെടുമോ? ഏത് സാധാരണക്കാരനാവട്ടെ മഹാനാവട്ടെ
ആരെന്ന വ്യത്യാസമില്ലാതെ ഏതൊരു മുസ്ലിമിൻ്റെയും ഖബർ ഭൂമിയുടെ സമതിലെത്തില്ലെന്ന്, ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ലെന്ന ഇസ്ലാമിൻ്റെ നിയമമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നത്? അതല്ലേ മഹത്തുക്കളുടെ ഖബറുകൾ മുഴുവനും അങ്ങനെയല്ലേ? അതേ അവസരത്തിൽ ഇത് കെട്ടി ഉയർത്തുന്നു, അവിടെ കുമ്മായവും പെയിന്റും ഇടുന്നു, തുണി കൊണ്ട് മൂടുന്നു, വിളക്ക് കൊളുത്തുന്നു, തടവുന്നു, മുത്തുന്നു, ചുംബനമർപ്പിക്കുന്നു, അതിനു ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, സുജൂദിന്റെ രൂപത്തിൽ അതിന്മേൽ തലവെക്കുന്നു, നെറ്റിവെക്കുന്നു. അതേ അവിടെ പോയി രാത്രി താമസിക്കുന്നു. എന്നിട്ടോ സങ്കടം പറയുന്നു. ഇസ്ലാം പഠിപ്പിച്ച സിയാറത്തിൽ അവരോട് അങ്ങോട്ട് ചോദിക്കുന്ന ഏർപ്പാടാണോ അതോ അവർക്ക് വേണ്ടി ചോദിക്കലാണോ ഉള്ളത്? നമുക്കൊക്കെ അറിയില്ലേ പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് അവിടുത്തെ സന്ദേശത്തിലുള്ള സിയാറത്ത് എന്താണ്? നിങ്ങൾക്ക് മരണചിന്തയുണ്ടാകുവാൻ ഖബർ പോയി കാണണം, പരലോക ചിന്തയുണരാൻ ഖബർ പോയി കാണണം. ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി തേടാനാ പോകുന്നത്. അതല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു തആല ബിക്കും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ അൻതും സലഫുനാ വനഹ്നു ബിൽ അസറൻ. ഒരൽപ്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ദുആയുടെ കൂട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, നിങ്ങളോട് ഞാൻ ആഫിയത്ത് ചോദിക്കുന്നു എന്നല്ല. ഓ ഖബറാളികളെ, നിങ്ങളോട് ഞാൻ ആഫിയത്ത് ചോദിക്കുന്നു എന്നല്ല, നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അല്ലാഹ്നോട് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ഖബറിടത്തിൽ പോയി ഖബറാളികളെ സമീപിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അല്ലാഹ്നോട് ചോദിക്കലാണ് ഇസ്ലാം പഠിപ്പിച്ച സന്ദേശത്തിലെ സിയാറത്തിലുള്ളതെങ്കിൽ ഇന്ന് അതേ നിങ്ങളെനിക്ക് ആഫിയത്ത് തരണേ, നിങ്ങളെനിക്ക് രോഗശമനം തരണേ, നിങ്ങളെനിക്ക് സന്താനത്തെ തരണേ, നിങ്ങളെൻ്റെ പ്രയാസങ്ങൾ നീക്കണേ എന്നിങ്ങനെ അവർക്ക് വേണ്ടി ചോദിക്കുന്നതിന് പകരം അവരോട് ചോദിക്കുന്ന സിയാറത്തുകളും സിയാറത്ത് ടൂറുകളും അതേ സംഘടിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വഴിത്താരയിൽ നിന്ന് തെറ്റിപ്പോയി കൊണ്ടിരിക്കുന്ന സമൂഹമേ, ഇതുപോലെയുള്ള സമ്മേളനങ്ങൾ സ്നേഹത്തോടെ നിങ്ങളോട് പറയുന്നു, ഇത് ഇസ്ലാമല്ല, നിങ്ങളുടെ ഈ ചെയ്തി റസൂലുള്ളാഹിയുടെ പാതയല്ല. അതുകൊണ്ട് വരൂ, ഇസ്ലാമിൻ്റെ സുന്ദരമായ തീരത്തേക്ക് വരൂ, അവിടുത്തെ ജീവിതം പഠിക്കൂ, അവിടുത്തെ സന്ദേശത്തെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ട് അതിലേക്ക് നടന്നു വരൂ. ഇതല്ലേ ഈ സമൂഹത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർന്നില്ല ജാറങ്ങൾക്കരികിൽ വെച്ച് മുട്ടും വിളിയും കൊട്ടും കുരവയും ആനയും അമ്പാരിയും. ഇതിന് വിധങ്ങൾ പഠിപ്പിച്ചതാണോ? ശബ്ദം ശ്രവിക്കുന്നവർ മുഴുവനൊന്നാലോചിക്ക്. അള്ളാന്റെ റസൂൽ ഏത് ഖബറിടത്തിൽ പോയി ആ ചെണ്ട കൊട്ടിയത്? എവിടെയാ കുഴൽ വിളിച്ചത്? എവിടെയാണ് ആന വന്നത്, അമ്പാരി വന്നത്, കുതിരകളെ തെളിച്ച് അതേ ഒരു കുതിര പ്രകടനം നടത്തിയത്, ഒരു കുതിര സവാരി നടത്തിയത്? അതേ നമുക്ക് കാണാൻ സാധ്യമല്ലല്ലോ. ഈ കൊളപ്പുറത്ത് വെച്ച് സംസാരിക്കുമ്പോ മഹാനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റഹിമഹുല്ല, അദ്ദേഹത്തെ ഓർക്കാതിരിക്കാനാവില്ല. AR നഗർ എന്ന പേരിലുള്ള ഒരു പഞ്ചായത്തിൽപ്പെട്ട ഈ സ്ഥലത്ത് വെച്ച് സംസാരിക്കുമ്പോ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഇതൊക്കെ ദീനാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് ഐക്യസംഘത്തിന്റെ സമ്മേളനങ്ങളിലും പ്രത്യേകിച്ച് എറിയാട് നടന്ന സമ്മേളനത്തിലും വെച്ച് പ്രത്യേകമായി മുട്ടും വിളിക്കെതിരെ, ചന്ദനക്കുടങ്ങൾക്കെതിരെ, ഉറൂസുകൾക്കെതിരെ ശക്തമായ പ്രമേയം പാസാക്കാൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എത്രയോ മഹാരഥന്മാരായ ആളുകൾ, അവരൊക്കെ പണ്ടും പറഞ്ഞു, ജനങ്ങളെ ഇത് ദീനല്ല, ഈ ദീനിൽ നിങ്ങൾ ഇത് കടത്തി കൂട്ടല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ഇതാ ചില ആളുകൾ പറയുന്നു, ഞങ്ങൾ ഇതൊക്കെ എതിർത്തവരാണ്, ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ്, ഞങ്ങൾ പണ്ടേ ഇതൊക്കെ എതിർത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതേ ഫറോക്കിനടുത്തുള്ള ചാലിയത്ത്, അതേ ഷാലിയാത്തി എന്ന് പറയുന്ന മുഹമ്മദ് കോയ, ആ ഷാലിയാത്തിയുടെ 4 മദ്ഹബിലും അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതനെന്ന് നിങ്ങൾ പറയുന്ന ആ ഷാലിയാത്തിയുടെ ഫത്വകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ.
അതിൽ കുഴൽവിളി തെറ്റല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെണ്ട പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചെണ്ടയും മുട്ടും കുഴൽവിളിയും ബാൻഡും ഒക്കെ ആയിക്കൊണ്ട് സിയാറത്തിന് പോകുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഫത്വയാണ് ശാലിയാത്തിയുടെ ഫത്വകളിൽ നിന്നും കാണുന്നത്. എന്തേ ഈ സമുദായത്തിൽ അത് തിരുത്തി പറയാത്തത്? മുജാഹിദുകളുടെ ശക്തമായ പ്രബോധനത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ അതൊക്കെ ഞങ്ങൾ എതിർത്തിട്ടുണ്ടെന്ന് വെറുതെ പറയുകയല്ലാതെ ഈ ജീവിച്ചിരിക്കുന്ന ഫത്വകളെ കുറിച്ച് ഇന്നും മിണ്ടാട്ടമില്ല. ഇനിയും കേട്ടോ, ആരൊക്കെ ഇത് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ഒരിക്കൽ പറയുകയുണ്ടായി പോലും, എൻ്റെ ഉസ്താദ് റംലി തങ്ങൾക്ക് മുട്ടും വിളി നേർച്ച വളരെ ഇഷ്ടമുള്ള ഒന്നാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ മുട്ടും വിളി നേർച്ച നടത്തുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ കുഞ്ഞാമത് മുസ്ലിയാരും ഇതിൻ്റെ ആളായിരുന്നു, റംലി തങ്ങളും ഇതിൻ്റെ ആളായിരുന്നു. അതുപോലെ തിരൂരങ്ങാടി കുണ്ടൂരിൽ മറപെട്ട് കിടക്കുന്ന പ്രശസ്ത വലിയായ ഒരു മഹാവ്യക്തി ഉണ്ടായിരുന്നതൊക്കെ ഇവരെഴുതിയതാ. ബഹുമാനപ്പെട്ടവർ എല്ലാ മുട്ടുംവിളി നേർച്ചകൾക്കും പോകുന്ന ആളായിരുന്നു. ഒരിക്കൽ ഞങ്ങൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ മുട്ടുംവിളി നേർച്ചയ്ക്ക് ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു പോലും, അത് മുസ്ലിമീങ്ങളുടെ ശക്തി തെളിയിക്കലാണ്. അപ്പോൾ മുട്ടുംവിളി നേർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഇസ്സത്തും പവറും ഒക്കെ തെളിയിക്കാനുള്ളതാണെന്ന് കുണ്ടൂർ വലി. ഇയാൾ വലിയാകുമോ? ഇയാൾ ഷെയ്ഖാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സന്ദേശത്തിൻ്റെ ആളാകുമോ? തീർന്നില്ല. ഇനി മമ്പർത്ത തങ്ങളുടെ പേരിൽ പറയുന്നത് നോക്കൂ. അതുപോലെ മമ്പുറം ഖുത്ബുസ്സമാൻ സയ്യിദ് അവറുകളുടെ അടുക്കലേക്ക് അവിടുത്തെ കൊടി വാങ്ങാൻ ചെന്നപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, മുട്ടും വിളിയില്ലാതെ വന്നാൽ കൊടി തരൂല. അപ്പോൾ മമ്പുറത്തെ പാപ്പയും കൊട്ടും വിളി നിർബന്ധമാക്കിയ ആളാണ്. മമ്പുറത്തൊന്ന് കൊടി കിട്ടണമെങ്കിൽ മുട്ടും വിളിയുമായിട്ട് അങ്ങോട്ട് ചെന്നാലല്ലാതെ കൊടി തരൂലാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം സനത് നോക്കൂ, മമ്പുറത്തെ തങ്ങളും അത് പറഞ്ഞു പോലും. തീർന്നില്ല. അതുപോലെ വാളക്കുളത്ത് നിന്നും മടപ്പള്ളി ശുഹദാക്കളുടെ നേർച്ചയിലേക്ക് മുട്ടും വിളിയായി പെട്ടിപോയിക്കോട്ടെ എന്ന് അന്നത്തെ സമസ്ത പ്രസിഡന്റ് അബ്ദുൽ ബാരി അവറുകളോട് സമ്മതം ചോദിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ പോയിക്കൊള്ളുക, മമ്പർത്തപ്പാക്ക് അത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ചരിത്രമാണ് ഇവർക്കൊക്കെ അയവിറക്കാനും എഴുതി വിടാനുമുള്ളത്. ആലോചിച്ച് നോക്കണം, ഇത് ഇസ്ലാമാകുമോ? ഇതാണോ ഇസ്ലാം? ഇതാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സന്ദേശങ്ങൾ? അല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയ ജനങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ ആയിരക്കണക്കിന് കളവുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൗലിദുകളിലൂടെ, മാലപ്പാട്ടുകളിലൂടെ. ആദം നബിയുടെ പേരിൽ കളവ്, നൂഹ് നബിയുടെ പേരിൽ കളവ്, ഇബ്രാഹിം നബിയുടെ പേരിൽ കളവ്. ഈ കളവുകളുടെ കേന്ദ്രമായ മൗലിദുകൾ ജീവിതത്തിൽ എത്ര തവണ ഒരു മുസ്ലിമേ നീ ഓതുന്നുവെങ്കിൽ അത്രയും തവണ നിങ്ങൾ ആദം നബിയുടെ പേരിൽ കള്ളം പറയുന്നു, നൂഹ് നബിയുടെ പേരിൽ കള്ളം പറയുന്നു, ഇബ്രാഹിം നബിയുടെ പേരിൽ കള്ളം പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കള്ളം പറയുന്നു. ഉദാഹരണത്തിന് മങ്കൂസ് മൗലൂദിൽ ഫസ്തഗാസ ബിഹി നൂഹുൻ ഫനജാ മിനർ റദാ, അതേ നൂഹ് നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയോടാണ് സഹായം തേടിയത്, അങ്ങനെയാണ് ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് മങ്കൂസിലെ പല കളവുകളിൽ ഒരു കളവ് മാത്രമാണ്. അതേ ശബ്ദം ശ്രവിക്കുന്നവനൊന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്ക്, ജീവിതത്തിൽ എത്ര തവണ ഈ മങ്കൂസ് ചൊല്ലി? അത്രയും തവണ നൂഹ് നബിയുടെ പേരിൽ കളവല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ പേരിൽ കളവല്ലേ പറയുന്നത്? മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം ഒരു കള്ളം പറഞ്ഞാൽ, മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ പേരിൽ ആരെങ്കിലും പറയുന്നുവെങ്കിൽ നരകത്തിയിൽ അവൻ്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ. ആ നരകത്തിലേക്കുള്ള വഴിയിൽ നിന്ന് സമൂഹമേ ഒന്ന് പിന്മാറിക്കൂടെ? അവിടുത്തോട് സ്നേഹമുണ്ടോ? അവിടുത്തെ പേരിൽ കള്ളം പറയുന്നത് അവസാനിപ്പിക്കൂ. അവിടുന്ന് പറയാത്തത് പറഞ്ഞു എന്ന് പറയല്ല, ചെയ്യാത്തത് ചെയ്തിട്ടുണ്ടെന്ന് എഴുതല്ല, അംഗീകരിക്കാത്തതിന് അംഗീകാരം കിട്ടി എന്ന് പറയല്ല. അവിടുത്തെ ശരീരം സ്പർശിച്ചിട്ടില്ലാത്തത് അവിടുത്തെ ശരീരം സ്പർശിച്ചതാണെന്ന കള്ളവുമായി വരല്ല. അതല്ലേ മുടിയുമായി ഒരാൾ വന്നത്, പിന്നീട് പൊടിയുമായി ഒരാൾ വന്നത്, ചന്ദനപ്പൊടിയും മുല്ലപ്പൊടിയും ഖബറുമേൽ വിരിച്ച പൊടിയാണെന്ന് പറഞ്ഞ് മദീനത്ത് നിന്ന് പൊടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അത് സംസം വെള്ളത്തിൽ കലർത്തിയിട്ട് ഈ മുടിയിളക്കിയ മുടി ജ്യൂസിൽ ചേർത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും വിൽപ്പന തകൃതിയായപ്പോ
അവസാനമിതാ പിരിച്ച മുടിപ്പള്ളിയുടെ ലക്ഷണം എവിടെയും കാണാനില്ല, മുടിക്കെട്ടിടം എവിടെയും ഉയരുന്നില്ല. അപ്പോഴതാ അബൂദാബിയിലെ ആ ബിസിനസ്സുകാരൻ ബോംബെയിലെ ജാലിയവാലയുമായി കണക്റ്റുള്ള ഈ കാന്തപുരം അടങ്ങുന്ന മുക്കൂട്ട് ആക്രിക്കച്ചവടക്കാര് മുന്നണി അതേ ഒരു ഓട്ടപാത്രം കൊണ്ടുവന്നിരിക്കുന്നു, ചീനച്ചട്ടി കൊണ്ടുവന്നിരിക്കുന്നു, ചട്ടി കൊണ്ടുവന്നിരിക്കുന്നു. നേതാവിൻ്റെ പ്രിയപ്പെട്ട ചുണ്ട് മൊത്തിക്കുടിച്ച പാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തി കാണിക്കുമ്പോൾ തക്ബീർ ചൊല്ലുന്ന ഈ ഖൗം നാളെ എന്തിനൊക്കെ തക്ബീർ ചൊല്ലാൻ ഇരിക്കുന്നു. ഇനി സ്വഹാബത്ത് വെച്ചിട്ടുള്ള വലിയ ചെമ്പ് കൊണ്ടുവരും, അതൊരു 4 ആൾ ഉയർത്തി കാണിക്കും സ്റ്റേജിൽ. ഇത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്തും നബിയുമൊക്കെ ഭക്ഷണം വെച്ച ചെമ്പാണ്, അവരിറക്കിയത് കയ്യിലാണ്, അവർ കുടിച്ച കയ്യിലാണ്, അവർ കുടിച്ച പാത്രമാണെന്ന് പറഞ്ഞു വന്നതുപോലെ അതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം അതാ സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട ഒരു കനി തിന്നില്ലേ, ആ കനി തിന്നതിൻ്റെ ബാക്കി ഭാഗം എനിക്കിതാ കോഴിക്കോട് മർക്കസിൽ വന്നിരിക്കുന്നു. ആ പഴത്തിൻ്റെ അവശിഷ്ടമാണ് ജനങ്ങളെ, നിങ്ങൾക്കൊന്ന് നോക്കാനുള്ള അവസരം ഞാൻ തരുന്നു. ഇനി ഇതിൻ്റെ കഷ്ണം നിങ്ങൾക്ക് തരാനുള്ള വഴി എന്താണെന്ന് ഞാൻ എൻ്റെ മകനുമായും കുടുംബവുമായുമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞാലും തക്ബീർ ചൊല്ലിക്കൊണ്ട് അതിനെയൊക്കെ സ്വീകരിക്കുന്നവരെ കാലം വരുമ്പോൾ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അക്ഷരാർത്ഥത്തിലുള്ള എല്ലാ അടയാളങ്ങളും ഈ സമുദായത്തിലേക്ക് പുലർന്നു വരുന്നു. ഇപ്പോൾ അയാൾ അവകാശപ്പെടുന്നത് എൻ്റെ മർക്കസിൽ റസൂലുള്ളാഹിന്റെ താടിയുണ്ട്, റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്, കയ്യിലെ രോമമുണ്ട്, നെഞ്ചിലെ രോമമുണ്ട്. അതേ സർവ്വപാത്രങ്ങളും എത്താൻ പോവുകയാണ്. അതേ ആക്രിക്കച്ചവടക്കാരൻ ഓരോന്നോരോന്ന് കൊണ്ടുവന്നു കൊടുക്കാൻ പോകുന്നു. ഇനി ഫാത്തിമ ബീവിയുടെ പുതപ്പ് വരാൻ പോകുന്നു, ആയിഷ ബീവിയുടെ അതേ ചെരിപ്പ് വരാൻ പോകുന്നു, മുത്ത് മുസ്തഫയുടെ അതേ മെതിയടി വരാൻ പോകുന്നു, അവിടുന്ന് കൊണ്ടു നടന്നിട്ടുള്ള വടി വരാൻ പോകുന്നു. അതേ ലോകത്തിൻ്റെ മുമ്പിൽ എന്ത് കള്ളത്തരങ്ങൾ കൊണ്ടുവന്നാലും അതൊക്കെ എൻ്റെ പൊതുജനമെന്ന കഴുത സ്വീകരിച്ചോളുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതേ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നു, അല്ല ജനങ്ങളെ, യഥാർത്ഥത്തിലുള്ള സന്ദേശത്തിൽ നിന്ന് ബഹുദൂരം നിങ്ങളതാ അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണം? ഈ അർത്ഥത്തിലുള്ള കാര്യങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റണം. വെറുതെ പിൻപറ്റുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂൽ സർവ്വസ്ഥലത്തുണ്ട് എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വസ്ഥലത്തുമുണ്ടെന്നാ പറയുന്നത്. അതിനായത്തുമോരി ദുർവ്യാഖ്യാനിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഖുർആനിലെ ആയത്തോതുകയാണ്, കാന്തപുരം ബോധുന്നു. വഅലമൂ, നിങ്ങൾ അറിയണേ, അന്ന ഫീക്കും റസൂലല്ലാഹി, നിശ്ചയമായും നിങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂലുണ്ട്. ആയത്തിൻ്റെ ഒരു മുറി കഷ്ണം എടുത്തിട്ടാണ് മൂപ്പര് പറയുന്നത്, റസൂലുള്ള നിങ്ങളിലുണ്ട്, നബിതങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ പകരക്കാരൻ പറഞ്ഞത്, അതേ തിരക്ക് കാരണത്താൽ കുണ്ടൂർക്കാരന് മദീനയിൽ റൗദയിലെത്താൻ കഴിയുന്നില്ല, നബിതങ്ങളെ സിയാറത്ത് ചെയ്യാതെ പോരുകയാണ്. ആ നേരത്ത് അള്ളാന്റെ റസൂൽ വിളിക്കാണ്, വാ കുണ്ടൂരേ വാ, അബ്ദുൽ ഖാദിർ ഓലിയരേ വാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പോകുന്നത്? ഞാൻ വരൂല. അള്ളാന്റെ റസൂൽ വിളിച്ചിട്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞവൻ ആരാണ്? ഇസ്ലാമിലെ അതിൻ്റെ വിധി എന്താണ്? അതേ റസൂലുള്ള വിളിച്ചിട്ട് ചെല്ലാത്തയാളോട് റസൂലുള്ള രണ്ടാമത് പറയുകയാണ് പോലും, നിങ്ങൾ അങ്ങനെ പോകല്ല, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ കുണ്ടൂരിന് വല്ലാത്തൊരാവേശം. എന്നാ പിന്നെ തിരക്കുണ്ടെങ്കിലും പ്രശ്നമില്ല, റസൂലുള്ളാന്റെ അടുത്തേക്ക് പോയി കൂടെ തിരക്കായത് കൊണ്ട്. എന്നാ വേറൊരാൾ അവിടെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ തിരക്കാണെങ്കിലും എനിക്ക് പ്രശ്നമില്ലെന്ന നിലക്ക് പോയി ചെന്ന് നോക്കുമ്പോൾ അബൂബക്കറിരിക്കുന്നു. അതേ അതുകൊണ്ട് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാൾ പവർ കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യനെ ഉയർത്തി കാണിച്ച് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്ന, അവിടുന്ന് 6 കൊല്ലത്തോളം മുടിവടിക്കാതെ മുടിവെട്ടാതെ വികൃതനായി നടന്ന പനങ്കുല പോലെ തൂക്കിയിട്ട മുടിക്കെട്ടുകളെ നോക്കിയിട്ട് ദിവസം തോറും വളരുന്നു പിളരുന്നു എന്ന് പറഞ്ഞ് വലിയ മുടിക്കെട്ട്
പ്രദർശിപ്പിച്ച ഒരു ലോകം, റസൂലുള്ളാഹിനെ നിന്ദിക്കുന്ന ഒരു ലോകം, അവിടുത്തെ കുറിച്ച് വിമർശനങ്ങൾ പറയുന്ന ഒരു ലോകം. അതിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമൂഹമേ, ഹബീബ് പഠിപ്പിച്ച സന്ദേശങ്ങളല്ല നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നതും. അവിടുത്തെ ജീവിതവും അവിടുത്തെ സന്ദേശവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് എന്ന ആയത്ത് നബി തങ്ങൾ സ്വഹാബത്ത് കേട്ടിട്ടില്ലേ? അള്ളാഹിൻ്റെ റസൂൽ വഫാത്തായതിൻ്റെ ശേഷം ഏതെങ്കിലും സഹാബിമാർ അള്ളാഹിൻ്റെ റസൂൽ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഒരു പേടിയും പേടിക്കാനില്ല എന്ന് പറഞ്ഞില്ലല്ലോ. വഫാത്തിൻ്റെ ദിവസം അവർ കരയുകയാണ്, ഹബീബ് കൂടെയില്ലല്ലോ. ഏത് പ്രശ്നത്തിനും ഓടിച്ചെന്നാൽ മറുപടി കിട്ടുന്ന നേതാവ് വഫാത്തായി പോയി. അതേ, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, എൻ്റെ വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ ഖബറിൻ്റെ അടുക്കൽ വന്നുകൊണ്ടോ അല്ലാതെയോ എന്നെ വിളിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഇവരെന്താ പറയുന്നത്? ലോകത്തെവിടെ നിന്ന് പ്രവാചകരെ വിളിച്ചാലും ഉത്തരം ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, വെറുതെ പറയുന്നതല്ല. ഇത് ഇസ്ലാമാണോ എന്ന് നിങ്ങളൊന്ന് നൂറാവർത്തി ചിന്തിക്കും. ലോകത്തെവിടെ നിന്ന് വിളിച്ചാലും പ്രവാചകർ ഉത്തരം ചെയ്യും. നബിതങ്ങൾക്ക് വരാനും കാണാനും ഉത്തരം നൽകാനും കഴിയില്ല എന്ന വാദം റബ്ബിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യലാകുന്നു. അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹിൻ്റെ റസൂൽ നമ്മൾ വിളിച്ചാൽ ആ വിളി കേട്ട് ഉത്തരം ചെയ്യൂല, നമ്മളെടുക്കൽ വരൂല, നമ്മളെടുത്ത് വന്ന് ഉത്തരം ചെയ്യൂല, സഹായിക്കൂല എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹിനെ ചോദ്യം ചെയ്യലാണത് എന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രിയമുള്ളവരെ, മടങ്ങൂ ഇസ്ലാമിൻ്റെ ശരിയായ വഴിയിലേക്ക്. ആകയാൽ ഞാൻ ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന സന്ദേശത്തിൽ ഉറച്ചു നിന്നോളണം. അള്ളാഹ് സ്നേഹിക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം. എങ്കിലേ അള്ളാഹ് സ്നേഹിക്കുകയുള്ളൂ, അള്ളാഹ് പാപങ്ങൾ പുറത്തു തരികയുള്ളൂ. ഏത് വിഷയത്തിലും അതാ നബിതങ്ങൾ പഠിപ്പിച്ച ഒരു വിഷയം എന്താണെന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഒരു നിലക്കും ഒരു മാനസികമായ പ്രയാസവും ഇല്ലാതെ വയുസല്ലിമു തസ്ലീമാ, പരിപൂർണമായ നിലക്കതിനെ അങ്ങ് അംഗീകരിച്ചോളണം എന്നല്ലേ സഹാബത്തതല്ലേ പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരുമൊക്കെ ആദ്യം തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കല്ലേ. പിന്നീടതാ റസൂലുള്ളാഹിക്ക് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാനുള്ള ഓർഡർ കിട്ടിയപ്പോ ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു സഹാബി അതിങ്ങനെ മദീനത്ത് വിളിച്ചു പറയുമ്പോ അത് കേൾക്കുന്ന നേരത്ത് മറ്റു സഹാബിമാര് ഒരു നിസ്കാരത്തിലെ റുകൂഇൽ നിൽക്കുകയാണ്. റുകൂഇൽ നിൽക്കുന്ന നേരത്താണ് ഈ ആഹ്വാനം കേൾക്കുന്നത്. ആ നേരത്തതാ അള്ളാന്റെ റസൂലിന്റെ ഒരു ആഹ്വാനം കേൾക്കുമ്പോ വൈകിക്കാൻ പാടില്ലെന്ന നിലക്ക്, സമയം നഷ്ടപ്പെടുത്തിക്കൂടെന്ന നിലക്ക് റുകൂഇൽ നിന്ന് ഉയർന്നിട്ട് അടുത്ത നിസ്കാരത്തിന് നോക്കാമെന്ന് പോലും ചിന്തിക്കാതെ അതേ റുകൂഇൽ തന്നെ നിൽക്കുന്ന വേളയിൽ ഖിബലയതാ മാറിക്കൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് സ്വഹാബത്ത് അതേ നിസ്കാരത്തിൽ തന്നെ അതേ റുകൂഇൽ തന്നെ തിരിഞ്ഞു നിസ്കരിക്കുന്നു. കണ്ടോ, നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് അവരുടെ ഒരു സ്നേഹം, അതങ്ങ് അംഗീകരിക്കാനുള്ള അവരുടെ ഒരു താല്പര്യം, ആ നിലക്ക് എല്ലാത്തിനെയും അവർ അംഗീകരിച്ചവരാണ്. ഒന്നിനെയും അവരെ ചോദ്യം ചെയ്തിട്ടില്ല, ഒന്നിനെയും പരിഹസിച്ചിട്ടില്ല. ബുദ്ധിക്ക് യോജിക്കാത്തത് ഞങ്ങൾ തള്ളും എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ യുക്തിയാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് മുഴുവനും എന്താണോ അതപ്പടി തന്നെ അങ്ങ് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അവിടുന്ന് പഠിപ്പിച്ചതിലേക്ക് നീങ്ങി. തീർന്നില്ലല്ലോ പ്രിയമുള്ളവരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ സന്ദേശങ്ങളോട് ഇന്ന് ചിലർക്കുള്ള നിലപാടെന്താണ്? പല ഹദീസുകളെയും പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ്. എണ്ണിയാലൊടുങ്ങാത്ത വിശ്വാസ കാര്യങ്ങളിലുള്ള ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ടതും സിറാത്ത് പാലവുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവവുമായി ബന്ധപ്പെട്ടതും സംസമിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടതുമടക്കമുള്ള ധാരാളക്കണക്കിന് ഹദീസുകളെ ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനി അതേ മുജാഹിദുകളെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ പോലും ഉണ്ടായില്ലേ? എന്നിട്ട്
എന്നിട്ടും അവരുടെ വാദങ്ങളൊന്നും ഇന്ന് വരെ അവർ തിരുത്തിയതായി കേട്ടിട്ടില്ല. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ കേരളത്തിലെ ഹദീസ് നിഷേധിയായി ജീവിച്ച ചേകനൂർ മൗലവിയെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തിയിട്ട് അതുപോലും തിരുത്താതെ പോയ കക്ഷിയുമായി അതേ യോജിക്കാൻ വേണ്ടി ഒരഞ്ചംഗ സമിതിയെ നിശ്ചയിക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പോയ ഒരവസ്ഥയല്ലേ ഉണ്ടായത്? ആലോചിച്ചു നോക്കണം. ഒരഞ്ചംഗ കമ്മിറ്റിയെ നിയമിച്ചില്ലേ എന്തിന് ഇവരുമായിട്ട് യോജിക്കാൻ? ഒന്നാലോചിച്ച് നോക്കണം. ഇവിടെ എത്തി ഈ സമുദായം. ഇവർ തിരുത്തിയില്ല, അവരവർ പറഞ്ഞതൊന്നും തിരുത്തിയില്ല, അവരുടെ ആശയങ്ങളിലൊന്നും മാറ്റം വന്നില്ല. എന്നാൽ ഇവിടെ നിന്ന് പലതും തിരുത്തിയിട്ട് അങ്ങോട്ട് ചേരുകയാണ്. അവർ പറഞ്ഞ ശിർക്കാരോപണം ഏറ്റെടുത്തു ഇങ്ങോട്ട് പറഞ്ഞു. അവർ പറഞ്ഞു അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്, അതും ഏറ്റുപറഞ്ഞു. അവർ വിളിച്ച വിളിപ്പേരുകൾ ഏറ്റുപറഞ്ഞു. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ സർവ്വപ്രൗഢിയും പ്രതാപത്തോടുകൂടി പ്രമാണബദ്ധമായ തെളിമയോടെ തന്നെ മുന്നേറുകയാണ്. ശിർക്കാരോപിച്ചവരതാ അവരറിഞ്ഞോ അറിയാതെയോ ശിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് നിലവിളക്ക് കൊളുത്തുന്ന നേതാവുള്ള അവസ്ഥയിലേക്ക് വരെ എത്തിപ്പോയില്ലേ? ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നവരാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ധാരാളക്കണക്കിന് ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുന്ന അധപ്പതനത്തിലേക്ക് ആണ്ടുപോയി. അതുപോലെ തന്നെ വ്യക്തികളെ താങ്ങി നടക്കലാണ് ഇവരുടെ പണിയെന്നും വ്യക്തികൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാക്കിയവരെന്നും പറഞ്ഞവർക്ക് ഇപ്പോൾ പറയേണ്ടി വന്നു വ്യക്തിയെ കൈയൊഴിച്ചു എന്ന്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളോട് യോജിക്കാനാവില്ലെങ്കിൽ അയാളെന്ന വ്യക്തിയെ ഞങ്ങൾ വിടൂലെന്ന നിലക്ക് നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ പിന്നാലെ ഞങ്ങളുണ്ടെന്ന് പറയുന്ന ആളുകളല്ല. ഇവിടെ വ്യക്തികളെ നോക്കിയിട്ടല്ല, ഇവിടെ പ്രമാണം നോക്കിയിട്ടാണ് മുജാഹിദുകൾ മുന്നേറുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയും ഒരു പ്രശ്നമല്ല, മാറുന്നവർക്ക് മാറിപ്പോകാം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം അതതിൻ്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ശക്തമായ കാഴ്ചപ്പാടോടുകൂടി അതേ യോജിക്കേണ്ടവരോട് യഥാർത്ഥത്തിലും യോജിച്ചുകൊണ്ടും വിയോജിക്കേണ്ടവരോട് എല്ലാ അർത്ഥത്തിലും വിയോജിച്ചുകൊണ്ടും അതേ അതിൻ്റെ പ്രമാണങ്ങളിലൂടെ മുന്നേറുമ്പോൾ ആ ബാധ്യതയിൽ നിന്ന് പിടിച്ചു വലിക്കാനും അതിൽ നിന്ന് പിറകോട്ട് വലിക്കാനും ഏത് കാലത്തും ശ്രമങ്ങൾ ഉണ്ടായതുപോലെ എക്കാലത്തും ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോവുകയല്ല വേണ്ടത്. മറിച്ച് നമുക്ക് വിജയം കിട്ടണോ, പരലോകത്ത് രക്ഷ കിട്ടണോ, അതിന് അല്ലാഹ് പറഞ്ഞിട്ടുള്ള 4 മാനദണ്ഡങ്ങളുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. 4 കാര്യങ്ങളുണ്ടെങ്കിലല്ലാതെ മനുഷ്യ നീ രക്ഷപ്പെടൂല. ഒന്ന് യഥാർത്ഥ വിശ്വാസം, മറ്റൊന്ന് സൽക്കർമ്മങ്ങൾ. ആ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും അനുസരിച്ചുകൊണ്ടുള്ള നിന്റെ ജീവിതം, ആ ജീവിതം അതിലേക്ക് നീ ജനങ്ങളെ ആ പാതയിലേക്കുള്ള നിന്റെ ക്ഷണം, അതിൽ നീ പങ്കുചേരേണ്ടതുണ്ട്, അതിൽ ഒരു കണ്ണിയായി തീരേണ്ടതുണ്ട്. നല്ല ക്ഷമയും സഹനവും ആ മേഖലയിൽ ആവശ്യമാണ്. ഒരു പ്രവർത്തനത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്ത് തന്നെ ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നുവെങ്കിലും അതൊരു നോട്ടീസ് ഒട്ടിക്കലാവാം, ഒരു പോസ്റ്റർ തൂക്കലാവാം, ഒരു ബാനർ തൂക്കലാവാം, ഒരു CD നൽകലാവാം, ഒരാളോട് സംസാരിക്കലാവാം. ഏത് നിലക്ക് നിനക്ക് ഇസ്ലാമിക ദഅവത്തിൽ റബ്ബിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ അല്ലാഹു പ്രതിഫലം തരും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇഖ്ലാസ് കൈവിടാതെ മുന്നോട്ട് പോയിക്കൊള്ളണം. കാരണം എന്തെന്നല്ലേ, ഏത് നല്ല നല്ല കാര്യങ്ങളെയും മുടക്കികളായ ആളുകളുണ്ടാകും. അതേ ശക്തമായ നിലക്കുള്ള ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോൾ പിറകിലേക്ക് പിടിച്ചു വലിക്കാൻ ആര് ശ്രമിച്ചാലും ഇത് അല്ലാഹുവിൻ്റെ ദീനല്ലേ, ആ ദീനുമായി കരുത്തോടെ മുന്നോട്ട് പോകുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കിടയിലെ പ്രവർത്തനങ്ങളാണെങ്കിലും പ്രോഫ്കോൺ പോലുള്ള സംരംഭങ്ങളാണെങ്കിലും ഹൈസക്ക് പോലുള്ള സംരംഭങ്ങളാണെങ്കിലും തുടർ മതവിദ്യാഭ്യാസ പ്രൊജക്റ്റായ CRE ആണെങ്കിലും അതുപോലെ തന്നെ യുവാക്കളുടെ സംരംഭങ്ങളാണെങ്കിലും ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകളാണെങ്കിലും ഏത് സംരംഭങ്ങളാണെങ്കിലും നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് പടച്ച റബ്ബിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും റബ്ബ് നമുക്ക് വിജയം തരും. എന്തിനാ ഇതൊക്കെ ആരോടെങ്കിലും വാശി തീർക്കാനാണോ? അല്ലല്ലോ. അല്ലാഹ് പറഞ്ഞത് വലാ തമൂതുന്ന
തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായ നിലയിലല്ലാതെ മരിച്ചു പോകരുത്. അതിന് അല്ലാഹു പറഞ്ഞ ഒരു കണ്ടീഷൻ ആയത്തിന്റെ ആദ്യ ഭാഗത്തുണ്ട്. മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകാതിരിക്കണമെങ്കിൽ, മുസ്ലിമായ നിലക്ക് മാത്രം മരിക്കണമെങ്കിൽ അല്ലാഹു പറയുന്നത് അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചു ജീവിക്കൂ. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. തഖ്വ എന്ന് പറയുന്ന ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത്തഖിൽ മഹാരിമ തകുൻ അബദന്നാസ്. നീ ഹറാമുകളെയൊക്കെ സൂക്ഷിച്ചോ, ഹറാമുകൾ പെടാതെ നോക്കിക്കോ. റബ്ബ് തന്ന കണ്ണാണ്, റബ്ബ് തന്ന ശരീരമാണ്, അല്ലാഹ് തന്ന ആരോഗ്യമാണ്. എപ്പോഴും അവന് തിരിച്ചെടുക്കാൻ അവന് കെൽപ്പുണ്ട്. അല്ലാഹ് തന്നതാണ് നിന്റെ സമ്പത്ത്. ആ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഹറാമ് വേണ്ട. എപ്പോഴും റബ്ബിന് തന്നതുപോലെ തിരിച്ചെടുക്കാൻ അവന് കഴിവുണ്ട്. അല്ലാഹ് തന്ന സമയമാണ്. സമയമില്ലാത്ത ഒരു തിരക്കുള്ള കാലത്തേക്ക് നിന്നെ തള്ളിവിടാൻ റബ്ബിന് കഴിവുള്ളവനാണ്. അതുകൊണ്ട് സമ്പത്തും നിന്റെ ശരീരവും നിന്റെ സന്താനങ്ങളെയും നിന്റെ കുടുംബജീവിതത്തെയും അതേ ഗാർഹികമായ അന്തരീക്ഷത്തെയും, നമ്മുടെ വീടുകളിലതാ ഇസ്ലാമിൻ്റെ അന്തരീക്ഷം നിലനിൽക്കട്ടെ. അവിടെ നമ്മുടെ മക്കളതാ പുറത്തിറങ്ങുമ്പോൾ ഇസ്ലാമിൻ്റെ വേഷവിധാനക്കാരായി മാറട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വീടുകളിൽ നടക്കട്ടെ. ആ ചർച്ചകൾ ദമ്പതികൾക്കിടയിൽ നടക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു രോഗം വന്ന് തലവേദന വന്ന നേരത്ത് പോലും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി ഒരു ബഖീൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് തിരികെ വരുമ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ തലക്ക് കൈ കൊടുത്തുകൊണ്ട് എൻ്റെ തല എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പൊളയുന്ന നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ബൽ ആയിഷ, എനിക്കും തലവേദനിക്കുന്നു. ആ കുടുംബത്തിൽ ഒരു രോഗം വന്നപ്പോ ആ രോഗത്തിന്റെ ചർച്ച തിരിഞ്ഞു പോയത് എങ്ങോട്ടാണ്? അവിടെയും മരണത്തെക്കുറിച്ചുള്ള ചിന്ത കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ, എനിക്ക് മുമ്പ് നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്റെ കർമ്മങ്ങൾക്ക് ഞാനാണ് നേതൃത്വം കൊടുക്കുക. നിന്നെ ഞാൻ കുളിപ്പിക്കും, നിന്റെ ജനാസ ഞാൻ കഫൻ ചെയ്യും, നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കും, നിന്നെ ഞാൻ മറമാടും. അതേ, ആ കുടുംബ ജീവിതത്തിൽ അതാ ഒരു തലവേദന വന്നപ്പോഴും ചർച്ച തിരിച്ചു വിട്ടുകൊണ്ട് പരലോകബോധം കൊടുക്കുന്ന ദമ്പതികൾ, ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തയും ചർച്ചയുമുള്ള വീടുകൾ. ആ സ്ഥാനത്തുനിന്ന് മുസ്ലിമേ, ആട്ടക്കാരികളുടെ ആട്ടങ്ങളും പാട്ടുകാരികളുടെ പാട്ടുകളും ഡാൻസുകളും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും കൊണ്ട് വീടുകളെ മലീമസമാക്കുമ്പോൾ ഉമ്മമാരെ വേണ്ടാത്ത മക്കൾ വന്നില്ലേ, ഉപ്പമാരെ വേണ്ടാത്ത മക്കൾ വന്നില്ലേ? കോടതികളിൽ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് പോലും അതേ സ്വന്തം പെറ്റ തള്ളയുടെ കൂടെ പോണോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോ പെൺകുട്ടി പറയുന്നു, എനിക്ക് തള്ളയെ വേണ്ട. ഇന്നലെ കണ്ട ജോർജിന്റെ പിന്നാലെ ഞാൻ പോകുന്നു, രാമന്റെ പിന്നാലെ ഞാൻ പോകുന്നു, അബൂബക്കറിന്റെ പിന്നാലെ ഞാൻ പോകുന്നു. എനിക്ക് തള്ള ആരുമല്ല, എനിക്ക് തന്തയാരുമല്ല എന്ന് അതേ രാജ്യത്തെ ന്യായാധിപന്മാരുടെ മുമ്പിൽ വെച്ച് പോലും പെറ്റുമ്മയെയും പോറ്റിയവ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയും തള്ളിപ്പറയാൻ മാത്രം മതപ്പതിച്ച ഒരു മക്കൾ വളരുന്ന ഒരു ലോകമെന്തേ ഉണ്ടായത്? പടച്ചവനെ കുറിച്ചുള്ള ബോധം നൽകൂ ഉമ്മമാരെ. നിങ്ങൾ ഉറങ്ങിയാലും തെറ്റ് ചെയ്യാത്ത മക്കൾ ഉണ്ടാവട്ടെ. എൻ്റെ ഉമ്മ ഉറങ്ങിയാലും ഉപ്പ ഉറങ്ങിയാലും കൂട്ടുകാരുറങ്ങിയാലും നാട്ടുകാരുറങ്ങിയാലും ഉറങ്ങാത്ത കണ്ണൻ്റെ റബ്ബാണ്. സിനത്തും വലാനവും, മയക്കമില്ലാതെ ഉറക്കമില്ലാതെ എപ്പോഴും എന്നെ നിരീക്ഷിക്കുന്ന ഒരു റബ്ബുണ്ടെന്ന ബോധം ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ അത് കിട്ടിക്കഴിഞ്ഞാലല്ലാതെ ഗൃഹാന്തരീക്ഷം ഇസ്ലാമികമാവില്ല, നാട് നന്നാവില്ല, തീവ്രവാദം നശിച്ചു പോവുകയില്ല, ഭീകരവാദം നശിച്ചു പോവുകയില്ല. അതേ, എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള ഒരൊറ്റ വഴി ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയാണെങ്കിലും അല്ലാഹ് കാണുന്നു, അല്ലാഹ് കേൾക്കുന്നു, അല്ലാഹ് അറിയുന്നു. ആ ബോധമുണ്ടാക്കലല്ലാതെ വേറെ രക്ഷയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്, അതിനുവേണ്ടിയാണ് അള്ളാഹനെ മനസ്സിലാക്കുന്നത്, അതിനുവേണ്ടിയാണ് റബ്ബിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്.
അങ്ങനെ പഠിക്കുന്നിടത്തോളം കൂടുതൽ റബ്ബിനോട് അടുപ്പം കിട്ടുന്നു. അതേ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഒരു ചിട്ട വരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരുന്നു. വീടുകളിൽ നല്ല നല്ല ചർച്ചകൾ നടക്കുന്നു. അവിടെ നിന്ന് തോന്നിവാസങ്ങൾ പടിയിറങ്ങിപ്പോകുന്നു. എല്ലാവരും പരസ്പരം ഉപദേശിക്കുകയും കുറ്റങ്ങൾ തിരുത്തുകയും പുറത്തു കൊടുക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും സമരസപ്പെട്ടുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ആ അന്തരീക്ഷത്തിൽ വാപ്പയാരെന്ന് മക്കൾ അറിയുന്നു, മക്കളാരെന്ന് വാപ്പാക്കും ബോധം വരുന്നു. അങ്ങനെ ഒരു സ്നേഹമുള്ള ഒരു കുടുംബജീവിതം, ഒരുമയുള്ള ഒരു കുടുംബജീവിതം, ഇതൊക്കെ കിട്ടണമെങ്കിൽ അറിവ് കൊണ്ടല്ലാതെ രക്ഷയില്ല. ആ അറിവ് നേടി സർവശക്തനായ റബ്ബിലെല്ലാം ബരമേൽപ്പിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ ആര് നമ്മളെ പരിഹസിച്ചാലും, ഒരു ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആർക്ക് പരിഹാസം തോന്നിയാലും, അതേ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗവാക്കായി മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് വിളിപ്പേരുകൾ കൊണ്ട് മാനസികമായി തളർത്താൻ നോക്കിയാലും, എന്താരോപണങ്ങൾ കൊണ്ട് ദഅ്വാരംഗത്ത് നിന്ന് ഒതുക്കി തളയാമെന്ന് വിചാരിച്ചാലും, തകർത്ത് മൂലയിലിരുത്താമെന്ന് സങ്കല്പിച്ചാലും രക്ഷയില്ല. പടച്ച റബ്ബിലാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്. ഞങ്ങൾക്കിത് മുഖേന എന്ത് വന്നാലും കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് വിധിച്ചതല്ലാത്ത ഒന്നും സംഭവിക്കുന്നില്ല, സംഭവിച്ചിട്ടുമില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവനാണ് ഞങ്ങളുടെ യജമാനൻ, അവനിലെല്ലാം ഏൽപ്പിക്കുന്നു. ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഇൻതൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണോ സഹായിക്കാൻ കഴിയുക, അത് ഓരോരുത്തർക്കും പല കഴിവുകളാണ്. ആ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. പറയുന്നവരെന്തും പറയട്ടെ, വ്യക്തിവിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ അതിൽ ആനന്ദം കണ്ടെത്തട്ടെ. സർവശക്തനായ റബ്ബിൻ്റെ കോടതിയിലേക്ക് വിട്ടുകൊണ്ട് ആദർശരംഗത്ത് തളരാതെ പതറാതെ ഓരോ മുക്കുമൂലകളിലും ഈ തൗഹീദിൻ്റെ കൃത്യമായ സന്ദേശം എത്തിക്കുവാനുള്ള സംരംഭങ്ങളിൽ പ്രിയമുള്ളവരെ ആത്മവിശ്വാസത്തോടെ, ആർജവത്തോടെ, നട്ടെല്ലോടെ, റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് പ്രാർത്ഥനയോടെ നാം മുന്നേറുക. സർവശക്തൻ്റെ കാവൽ നമുക്കുണ്ടാകും. പിരിഞ്ഞു പോകുമ്പോൾ പ്രിയമുള്ളവരെ, സദസ്സിൽ നിന്ന് പിരിയുമ്പോഴുള്ള പ്രാർത്ഥന മറന്നു പോകരുത്. അതുപോലെ തന്നെ വാഹനങ്ങളിലേറി യാത്രയാകുമ്പോൾ സർവശക്തനായ റബ്ബിൽ തവക്കുലാക്കാൻ മറന്നു പോകരുത്. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ യാത്രയിൽ എൻ്റെ കൂട്ടാളി നീയാണ്, എൻ്റെ എല്ലാം ഞാൻ നിന്നിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലുമുള്ള തവക്കുലിൻ്റെ ബോധം നഷ്ടപ്പെടാതെ ശക്തമായ നിലക്ക് അള്ളാഹുവിനോട് നിരന്തരമായി പതിരാവുകളിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന അല്പനേരമെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ തരാമെന്ന് ഓഫർ പറഞ്ഞിട്ടുള്ള ആ പ്രത്യേകമായ സമയത്ത് സർവ്വകാര്യങ്ങൾക്കും റബ്ബിനോട് തേടിക്കൊണ്ട് മുന്നേറുക. സർവശക്തൻ്റെ കാവൽ നമുക്കുണ്ട്, അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ നമുക്ക് രക്ഷ നൽകും, അവൻ നമ്മുടെ മക്കൾക്ക് കാവലുണ്ട്, അവൻ നമ്മുടെ എല്ലാ രംഗത്തും തുണയുണ്ട്. ആ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. സർവശക്തനായ നാഥൻ നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിലും അവൻ്റെ തുണയും കാവലും ഉണ്ടാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായിട്ടുള്ളവരുണ്ട്. അല്ലാഹുവേ, സമ്പൂർണ്ണമായ ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരുടെ രോഗങ്ങളെ നീ സമ്പൂർണ്ണമായി സുഖപ്പെടുത്തണമേ നാഥ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഈ സംരംഭത്തിന് വേണ്ടി ഒരുപാട് ഓടി നടന്നു പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ അല്ലാഹുവേ, എല്ലാവരെയും നീ അറിയുന്നു. സമ്പൂർണ്ണമായ അർഹമായ പ്രതിഫലം നൽകി നീ ആദരിക്കണമേ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.